നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സീദா ஆயிஷா ரலியல்லாஹு அன்ஹா ரவுத்துக்கு நடந்து போயிட்டு ஆயிஷா ரலியல்லாஹு அன்ஹா சொல்றே நான் அவுத்து போயில் பின்ன ஜண்டு ஜாவும் ஒரு நாள் இடி புல்புட்டோ ಇಲ್ಲ ನಂದೆ ಬುಲ್ಪು ನಿಂಡೋ ಇಲ್ಲ ಅಂತ ಅತ್ತರತೋಲು ಬೇಜಾರು ದುಃಖത്തിലായിപ്പോയ ನಾನು എത്ര சொன்ன നന്റെ കർല് സമയത്ത് കൽകിപോണ്ട പോലെ നാ ബുൽപുട്ടാൻ ചൊന്തൈത്തിക്ക് ആയിഷா റളിയല്ലാഹു അൻഹ சொல்றே അത്തര വലിയ ഇന്നലെ സാധാരണ ഒരു പെണ്ണുങ്ങൾക്ക് നിരിക്കുകയാവാത്തെ ഒരു വിഷയത്തിക്ക് വ്യഭിചാര ആരോപണ ಬೇರೆ സാധാരണ ആരോപണ എന്താ പിന്നും അഡ്ജസ്റ്റ് ആക്കുക വ്യഭിചാര ആരോപണ ചൊന്നെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്ക് സദിക്കുകയാവാത്തെ ഒരു കാര്യത്തിക്ക് അതും വിലവെല്ലെ അതെ അള്ളാഹുരെ സൂക്ഷിക്കരെ അള്ളാഹുരെ പേടിച്ച് ജീവിക്കരെ ആ അങ്ങനത്തെ സഹാബിയത്തുമാരായ പെണ്ണുങ്ങമാർക്ക് ആയിഷാ റളിയല്ലാഹു അൻഹ പോലത്തെ പെണ്ണുങ്ങൾക്ക് അത് ഭയങ്കര ദുഃഖമായ ഒരു കാലി തിന്തത് അങ്ങനെ വർക്കില്ലാത്ത ജാവ് തിന്ത ആയിഷാ റളിയല്ലാഹു അൻഹ ജാവ് അങ്ങനെ ആയിഷಾ റളിയല്ലാഹു അൻഹ ಬುಲ್ಪುಟ್ಟು ಇನ್ನ ಸಂದರ್ಭ ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಚೊಲ್ರೆ ನಂಡೆ ಮುಟ್ಟ ಅಬ್ಬಂ ಉಮ್ಮ ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು അതേപോലെ ഉമ്മ റുമാൻ ഇങ്ങ ജണ്ടാലും തെച്ചിട്ട് നക്ക് സാന്ത്വനാക്കി ഇന്നാറ് ആ സന്ദർഭത്തിൽ അൻസാരിയായ ഒരു പെണിങ്ങ ഞങ്ങൾ മുട്ട ಬಂತು ಪರ್ಮಿಷನ್ ಕೇಟಿತ್ತು ದೈಕಟ ಕೇಟಿತ್ತು അങ്ങനെ ഞങ്ങൾ ദൈക്കോ ചൊന്ന അയിമം ഞങ്ങളൊട്ടിಗೆ തെച്ച് ബുൽപുട്ടുത്തി വിഷയമല്ല ചൊന്തും അതേപോലെ ഇതിരെ നിർച്ചിട്ട് അയിമം ഞങ്ങളൊട്ടിಗೆ എന്താക്കിത്ത് തെച്ച് ബുൽപുട്ടുത്തു അങ്ങനെ തെല്ലാറ് പുട്ടിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ಬಂತು നബി കടന്നു ಬಂತು ആയിഷಾ റളിയല്ലാഹു അൻഹ നന്റെ മുട്ട തെച്ചിತ್ತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ആയിഷ ಅಂತ പിലിച്ചിತ್ತು ഫഇന്നഹു ബലഗനി അൻകി കദാ വകദ ആൽമാറല്ല ഇങ്ങനെയുള്ള ചൊന്ന ഉള്ളാർ ഫഇൻ കുന്തി ബരീഅതൻ ഫസയുബർരിഉകല്ലാഹ് നീൻ അങ്ങനത്തെ ഒരു സ്വര ആക്കിട്ടില്ലാണ്ടായെങ്കിൽ നീ നിരപരാധി ഉണ്ടായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വ തെളിയിക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വ അത് അല്ലാഹു കാട്ടിത്തണ്ട വഇൻ കുന്തി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിറില്ലാഹ് അതല്ല അങ്ങനത്തെ ഒരു തപ്പ് സാഹചര്യത്തിൽ അങ്ങനെ ആയി പോയിരുണ്ടായെങ്കിൽ ഫസ്തഗ്ഫിറില്ലാഹ് നീ അല്ലാഹുവിಗೆ ഇസ്തിഗ്ഫാറാക്ക് വതൂബി ഇലൈ അല്ലാഹുവിനോട് നീ തൗബാക്കി മടങ്ങ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തത്തിലെ നല്ല ഒരു രീതിയിലെ ആയിഷാ റളിയല്ലാഹു അൻഹ ചൊന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഫിർസത്തോ സത്യവിശ്വാസിമാര വിശ്വാസിനിമാര ಸಹೋದರಮಾರ ಸಹೋದರಿಮಾರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು തആലರು പേടിച്ച് ജീവിക്കണം ചൊന്തു സ്വന്തത്തെ മറക്കാണ്ടെ കൂടെ കൂടിയിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു തആല തറത്തില് അവന്റെ പേടിച്ച് ജീവിക്കര മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കട്ടെ. സീറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്ര വിശദീകരിക്കരുതായോ ഈ ഒരു ക്ലാസ്സിലെ 62ാമത്തെ ഭാഗത്തിലേറ്റിക്കറ് 62ാമത്തെ ക്ലാസ്സിലേറ്റിക്കറ് ഞങ്ങളുടെ കൂടെ ഒട്ടുകയറും. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്ര ചൊല്றது ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാത്തണ്ട് യാറ പഠിക്കണായതും അതിൽ കിട്ടതായ മാതിരി ഉൾക്കൊള്ളണായതുമായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവനും സഹാബികളുടെ ജീവന ഞങ്ങൾക്കൊരു റോൾ മോഡലായിട്ടിക്കറ്. അങ്ങനെ ഫോളോ ആക്കി ജീവിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്വർഗത്തിಗೆ എത്തുക സാധ്യവരെ ചൊല്ற വിഷയം ഞങ്ങൾ മനസ്സിലാക്കി വെച്ചങ്ങായിട്ടിക്കറ. അപ്പം അത് കഴിച്ച് അതിരെ കൃത്യമായിട്ട് പഠിക്കുകയും കൃത്യമായിട്ട് അറിയുകയും ഞങ്ങൾ ശ്രദ്ധിക്കണായ ഒരു കാര്യത്തിക്കറ്. ഏതായെങ്കിലും ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നുവെച്ച വിഷയ ഹിജ്റ 5ാമത്തെ വർഷത്തിൽ നടന്നതായോ ബനു മുസ്തലഖ് യുദ്ധത്തെ സംബന്ധിച്ചിട്ട് കുറേ വിഷയം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടിന്ന ബനു മുസ്തലഖ് യുദ്ധ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി ബനു മുസ്തലഖ് യുദ്ധ ಅದರ ಭಾಗമായിട്ട് ತಿಕ್ರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുവൈരിയ റളിയല്ലാഹു അൻഹു മംഗിലാവുകായിട്ട് വന്നതും അതിൽ പിന്നെ റിട്ടേൺ ಬಂದ സന്ദർഭത്തിൽ ബനു മുസ്തലഖ് യുദ്ധമായിട്ട് റിട്ടേൺ മദീനത്തേക്ക് ಬಂದ സന്ദർഭത്തിൽ അൻസാർമാർ നടുലും മുഹാജിർമാർ നടുലും മുനാഫിക്കുമാർ ഉണ്ടാക്കിയ ഫിത്നത്തെ വിഷയത്തിലും ഞങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കി വെച്ചതേറ്റിക്കർ. അങ്ങനെ അതിലെ ബാക്കി വിഷയത്തിക്കർ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു. ബനു മുസ്തലഖ് യുദ്ധത്തിൽ പിന്നെ അങ്ങ് റിട്ടേൺ ಬಂದ സന്ദർഭത്തിൽ ഒരു ഫിത്ന മുനാഫിക്കുമാർ ആക്കിയാറ്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിനാക്കു നിಂತು ആയത്ര ಬೇಗ ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു സൈന്യത്തെ മദീനത്തേക്ക് എത്തുപാട്ടു നിಂತು ഇനിയൊരു ഫിത്ന പുതിയൊന്നും ഉണ്ടാവണ്ട ചൊല്ല രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ര ಬೇಗ മദീനത്തേക്ക് എത്തുകയിട്ട് കോശിഷാക്കിയ സന്ദർഭത്തിൽ നബി യാത്ര കണ്ടിന്യൂ ആക്കിയിട്ട് എത്രമാ ദൂര ಬಂತು. അങ്ങനെ പിന്നെ മദീന മുട്ടെത്തും പോയിട്ടിക്കറ. അങ്ങനെ എന്താ പറയുക അങ്ങനെ ആ ഒരു ടെൻറ്റ് കെട്ടിട്ട് അങ്ങ് ദയിക്കുകൂ ജാഗെ നോക്കുറി. അങ്ങനെ മദീനത്തെ മുട്ടത്തിൽ ഒരു ജാഗയിൽ അങ്ങ് ദച്ചിട്ടിക്കറ സന്ദർഭത്തിലേറ്റിക്കറ് പിന്നെ ഒരു സംഭവം നടക്കറ്. ഹാദിസത്തുൽ ഹിക്ക് ചരിത്രത്തിൽ ഹാദിസത്തുൽ ഇഫ്ക് ചൊന്തറിയപ്പെടുന്ന സംഭവം. അതെന്തേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാരാരോപണം നടന്നതായ സംഭവം. അത് ഈ ഒരു സന്ദർഭത്തിലേറ്റിക്കറ് നടക്കേ ചൊല്ലത്
ನಂಗೆ ಮನಸ್ಸಲಾಕುನ ಇವ್ರ ಕಾರ್ಯ ಇಟ್ಟಿಕ್ಕರು. ಈ ಸಂಭವത്തിൽ എത്രമാ ಕಾರ್ಯ ನಂಗೆ പഠിക്കൊണ്ടു ನಂಗೆ മനസ്സിലാക്കുകൊണ്ടു കുറെ ഉലമാക്കന്മാർ ഈ സംഭവത്തിൽ എമ്പു ചില്ലറ എന്തൊരു പാട്ട അതൊക്കെ കിട്ടുന്നതായ ഒരു ലെസൺ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധ്യമാവും. അപ്പോൾ ഏതായെങ്കിലും ചില വിഷയങ്ങൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണമായിട്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം ആയിഷ റളിയല്ലാഹു അൻഹമെ റിപ്പോർട്ടാക്കരുത് ഇമാം ബുഖാരിലും അതേപോലെ സഹി ബുഖാരിലും സഹി മുസ്ലിമിലുള്ള നമുക്ക് കാണുക സാധ്യ ഒരു സംഭവം ഇട്ടിക്കുന്നത്. ആയിഷ റളിയല്ലാഹു പിൽക്കാലത്ത് ഐറ്റിക്കർ ഈ സംഭവം ചൊല്ലറ്. ആയിഷ റളിയല്ലാഹു ചൊല്ലറ് ആ ആയിഷ റളിയല്ലാഹു അത് തുടങ്ങിരിങ്ങനെ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഖ്റുജ സഫറൻ അഖ്റഅ ബൈന അസ്വാജിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോകു ഉദ്ദേശിച്ചിട്ടായെങ്കിൽ ഫസ്റ്റ് പെഞ്ഞൈമാരുടെ നടുവിൽ എന്താക്കി വേണ്ടി ചീട്ടിട്ടിട്ട് 6 ബിൽച്ച പോണ്ടി ചൊന്തു സെലക്ട് ആക്കി വേണ്ടി ഓരോ യാത്രകളും പെഞ്ഞൈമാരുടെ കുട്ടിയെ പോയി നോക്കൊരു അവിടെ ഒരു പാട്ട് നമുക്ക് കാണാൻ സാധ്യത. എന്തിരി എത്ര വലിയ ബിസി എന്നെങ്കും എത്ര വലിയ ഉത്തരവാദിത്ത ഏറ്റെടുത്ത ഒരാളായെങ്കും പെഞ്ഞൈമാർക്കും ഫാമിലിക്കും സമയം കണ്ടെത്തുന്നതായി ടൈം കണ്ടെത്തുന്നതായി അങ്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ആക്കുന്നതായ ഒരു നബിരേറ്റിക്കുന്നത് നമുക്ക് കാണി. ആ ഒരു മാതിരി ഞങ്ങൾ എപ്പം കാട്ടണായി വന്നേറ്റിക്കുന്നത്. അപ്പോൾ ഇത് ഒരു യുദ്ധത്തിൽ പോകേണ്ട സഫറല്ലേ, അപ്പോൾ ഇനി ഒരു പെഞ്ഞൈമാർ എന്ത് കുറക്ക് കുട്ടിയെ പോകണ്ടേ? അങ്ങനല്ല. പെഞ്ഞൈമാർക്കും അങ്ക് ബേന്മായ ടൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ സഫറിലും കൊടുത്തു എന്ത്. അപ്പോൾ അതുക്ക് ബേന്മായ പെഞ്ഞൈമാരുടെ കുട്ടിയെ പോകണ്ടല്ല. പിന്നെ അങ്ങനെ ഒരു നീതി ന്യായ കാട്ടുകയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചീട്ടിട്ടിട്ട് 6 പേര് കിട്ടറ് അങ്ങനെ ഇട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിയെ പോയിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ ജൻജണ്ട് പെഞ്ഞൈമാരും കൂട്ടിയെ പോയതും നമുക്ക് ചരിത്രത്തിൽ കാണും. അപ്പോൾ ഏതായെങ്കിലും ഈ ഒരു യാത്രയിൽ വലൈക്കും സലാം ഈ ഒരു യാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹുവിന്റെ ചീട്ട് പോകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിയെ പോണ്ടേ. അങ്ങനെ അതിൽ ആയിഷ റളിയല്ലാഹുവിനോട് കുട്ടിയെ പോണ്ട ഈ ഒരു സന്ദർഭ ഇത് ഹിജാബ് ആയത്തല്ല നാസിലായി പിന്നെ ഇട്ടിക്കത്. അപ്പൊ അങ്ങനെ സബലു അങ്ങ് കുട്ടിയെ പോകുമ്പോൾ എന്താക്കി വന്നാറ് അതൊരു പെട്ടിന്ത് മുന്നത്തെ കാലത്തിൽ 4 ഇങ്ങനെ ഇത് പണ്ടത് അതിങ്ങനെ പുറത്ത് 4 ആൾമാർ ഇങ്ങനെ പുറത്തു പോകേണ്ടതായ പെണ്ണുങ്ങള് ദയിക്കുള്ളതായ ഒരു പ്രത്യേകമായ പെട്ടി ആ പെട്ടിയിൽ കയറ്റിക്കർ പെണ്ണുങ്ങ തെച്ചോ ഇന്ന്. അപ്പൊ അങ്ങനെ എന്താക്കറ് ഒണ്ടര മേല് ആ പെട്ടി വയ്ക്കാറ്. പിന്നെ ഇങ്ങനെ യാത്ര പോണ്ടാറ് എവിടെയെങ്കിലും ദയിക്കുന്നുണ്ടായി ആ പെട്ടിയിൽ എടുത്തിട്ട് കീൽ വയ്ക്കാറ്. പിന്നെ വാപ്പസ് യാത്ര പോകണേ ആ പെട്ടിയിൽ എടുത്ത് ഒണ്ടര മേൽ വയ്ക്കറ്. ഇങ്ങനെ ഇട്ടിക്കറ് ആ യാത്ര പോയിട്ടിന്ന്. അപ്പൊ ഇതിൽ ആയിഷ റളിയല്ലാഹു ചൊല്ലു അതിൽ ഹദീസിൽ നാ മെലിഞ്ഞ് ഒരു പെണ്ണൈത്തിന്നെ. അപ്പൊ അങ്ങനെ സബലു നന്റെ ദിന്ന ಅಂಕು ಗೊಂತೈಟ್ಲೆ. ಅಪ್ಪ ಅಂಗಂದಾಕಿನಾರು ಯಾತ್ರೆಯಲ್ಲಿ ಆಯಿಷ റളിയല്ലാഹു എവിടെ ദയിക്കുകിന്നുണ്ടായി എവിടെ നിൽക്കുകിന്നുണ്ടായി ആ പെട്ടിയെടുത്ത് കീൽ വയ്ക്കാറ്. യാത്ര പോകേണ്ട സന്ദർഭത്തിൽ ആ പെട്ടിയെടുത്ത് മേൽ വയ്ക്കാറ്. അപ്പൊ ഇങ്ങനെ ഇട്ടിക്കറ് ആ യാത്ര മുന്നോട്ട് പോയിട്ടിന്ന്. അങ്ങനെ ബനുൽ മുസ്തലക്ക് യുദ്ധമായിട്ട് അങ്ങ് റിട്ടേൺ പോകേണ്ട സന്ദർഭത്തിൽ ഈ ഒരു സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്ര ಬೇಗ മദീനത്തിക്ക് എത്തുപാട്ട ഈ ഒരു സന്ദർഭത്തിൽ മദീനത്തിക്ക് 39 ഒരു ജാഗയിൽ അങ്ങ് തെച്ചാറ്. അങ്ങനെ അവിടെ ടെന്റ് ഇട്ട് തെച്ചിട്ടിക്കറ സന്ദർഭത്തിൽ ഇട്ടിക്കറ് ആയിഷ റളിയല്ലാഹു അൻഹക്ക് ആ ജാവുകു ഒരു ഹാജത്ത് പൂർത്തിയാക്കുകയിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ആയിഷ റളിയല്ലാഹു എന്താക്കി ഹാജത്ത് പൂർത്തിയാക്കുക തെല്ലു ദൂരം പോണ്ട് ആൾമാരുടെ കണ്ണ് കാണാത്ത അത്ര ദൂരം ഇട്ടിക്കറ അങ്ങ് എന്താക്കി പിന്നെ ഹാജത്ത് പൂർത്തിയാക്കി പിന്നെ അങ്ങനെ ദൂരെ പോയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ ആ ഒരു പെട്ടിരെ ആ ഒരു ജാഗയ്ക്ക് വന്നപ്പോൾ അതായത് സൈന്യ ഉള്ളിൽ ടെന്റ് ഇട്ടിട്ടുള്ള ജാഗയ്ക്ക് വന്ന സന്ദർഭത്തിൽ അപ്പൊ ഇത്തിക്കർ ആയിഷ റളിയല്ലാഹു അൻഹക്ക് കഴുത്ത് നോക്കിയപ്പോൾ കഴുത്തിൽ മാലില്ല, മാല കാണണ്ടവർ അത് പ്രത്യേക ഉള്ള ഒരു യമനി മുത്തുൽ ഉണ്ടാക്കിയതായ ഒരു മാല ഇട്ടിണ്ട്. അപ്പൊ അത് കഴിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ എന്താക്കി ഈ മാല കാണണ്ടാകുമ്പോഴത്തേക്കും പിന്നെ വാപ്പസ് അതേ ജാഗയ്ക്ക് പോയിട്ട് ആ ജാഗയ്ക്ക് പോയിട്ട് മാല തേടിട്ട് അങ്ങനെ മാലെല്ലാം തേടിട്ട് ഇക്കര സന്ദർഭത്തിലേക്ക് ഇക്കറൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തങ്ങളോട് ചൊല്ലറേ ഞങ്ങൾ ഇനി യാത്ര പോണു. അപ്പോൾ ഓർക്കും ഒരു ജാവര സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകു ചൊന്തില്ല. ഏതും സുബൈര സന്ദർഭം അതേപോലെ സൂട്ടബിൾ സന്ദർഭം നോക്കിയിട്ട് ഇട്ടിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകു ചൊന്നു ഇനി മാത്ര ഇത് പ്രത്യേകമായിട്ട് ഞാൻ ചൊന്ന പോലെ നബിക്ക് എന്താക്കു നിന്ത് മദീനത്തിക്ക് ಬೇಗ ഓർക്ക് എത്തുപാട്ടു നിന്ത് കുറേ സഹാബിരങ്ങ് കേട്ടതും ഉണ്ട് നബി ഈ ഒരു സന്ദർഭം എന്തിക്ക് ഞങ്ങൾ യാത്ര പോകണ്ട. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ കാരണ ചൊല്ലതും നമുക്ക് കാണാൻ സാധ്യവും. അപ്പൊ അത് കഴിട്ട് ആ ഒരു സന്ദർഭം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെടുകയിട്ടിക്കർ ചൊല്ലറ്. അങ്ങനെ സഹാബിരങ്ങ് എന്താക്കിയാറ് സ്വാഭാവികമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടുണ്ട് വിചാരിച്ചാറ് ആ പെട്ടിയിൽ അങ്ങനെ എന്താക്കിയാറ് ആ പെട്ടിയിലെടുത്തിട്ട് വണ്ടര മേൽ വെച്ചാറ്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്ന പോലെ മെലിഞ്ഞ് പെണ്ണായ സബൽ അങ്ക് ദിന്നും പിടിയിട്ടില്ല. അങ്ങനെ എന്താക്കിയാറ് ആ വണ്ടര എടുത്തുണ്ട് അങ്ങനെ പിന്നെ ആ യാത്ര കണ്ടിന്യൂ ആക്കിയാറ്. അങ്ങനെ കണ്ടിന്യൂ ആക്കിയിട്ടാകുമ്പോൾ തുകയിട്ടിക്കർ ആയിഷ റളിയല്ലാഹു അൻഹ എന്താക്കര് റിട്ടേൺ പണ്ടി ആ മാലക്കിട്ടിട്ട് റിട്ടേൺ പണ്ട് ബന്ത് നോക്കുമ്പോൾ കൂടെ സൈന്യം ഇല്ല, ഒരാളും ഇല്ല ആ ജാഗയിൽ, ഒരാളും ഇല്ല, എല്ലാവരും പോയിട്ടേ. ആയിഷ റളിയല്ലാഹു അൻഹക്ക് ടെൻഷൻ ആവും. ആയിഷ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ 2 സന്ദർഭത്തിൽ ഇങ്ങനെ മാല കാണാണ്ടേ. ചില ആൾമാർ ഇതിരും അതിരും എന്താക്കാറ് ഒട്ടിಗೆ ಹಾಕ್ತಾರೆ. പിന്നെ ഒരു സന്ദർഭം ഏത് തയമ്മുമുറെ നിയമബന്ധിതായ സന്ദർഭം അപ്പം ഇതേപോലെ എന്ത് ചെയ്ത്
മാല കാണാണ്ടായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അതിൽ ആയിഷ റളിയല്ലാഹുവിനുടെ മാല കാണാണ്ടായപ്പോ ആയിഷ റളിയല്ലാഹു ഈ സംഭവം നടന്നതിൽ പാട്ട് പഠിച്ചിട്ട് ആയിഷ റളിയല്ലാഹു എന്താക്കரு ಬೇಗ ನೆಬಿರಟಿ ಬೇಡಿ சொல்ற நபியே ನನ್ನ മാല കാണാണ്ടായിரு. അപ്പോഴത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ടെന്റ് ഇടുക சொல்ற. അങ്ങനെ ടെന്റ് ഇട്ടിട്ടാൽ പിന്നെ അവിടെ എന്താ ഒരു തന്നില്ലാണ്ടായപ്പോ ലാസ്റ്റിക്ക് കൊറിയ സഹാബിറങ്ങ ಬಂತು ಅಬೂಬಕರ್ റളിയല്ലാഹു சொல்ற നിങ്ങളെ മൂല്യ ചൊന്ത ഇത്തിക്കറാങ്ങ എന്നെ കുടുങ്ങിരെ അങ്ങനെയുള്ള ചൊന്തു ಕಂಪ್ಲೇಂಟ್ ಹಾಕಿಯಪ್ಪ ಅಬೂಬಕರ್ റളിയല്ലാഹു ಬಂದು ಅಬೂಬಕರ್ റളിയല്ലാഹു ಅರ್ಥ ಬಂದು മൂലರ വിഷയത്തിൽ അങ്ങ് അബൂബക്കർ റളിയല്ലാഹു ಬಂತು ടെന്റിൽ നോക്കുമ്പോഴത്തേക്ക് അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടുണ്ട്, കിടന്നിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു മെല്ലെ ಬಂತು ആയിഷ റളിയല്ലാഹു ഇങ്ങനെ ചിക്കിട്ട് നിന്റെ ചൊന്തല്ല ഇങ്ങനെ ലായ ചൊന്തു അവിടെ ചൊല്ലു. ആയിഷ റളിയല്ലാഹു ചൊല്ലു നന്റെ കാല് ನಾ ಪಂದು ಪಾಟಿಟ್ಲ ഇവിടെ നബിരെ ವರ್ಕ್ പോണ്ടാ ചൊന്തു വിചാരിച്ചിട്ട് ನಾನು കാല് ಗಟ್ಟಿ പിടിച്ചിട്ട് ആ ചൊന്തും ആ ഹദീസിലുള്ള നമുക്ക് കാണാൻ സാധ്യമാണ്. അതിൽ പിന്നെ ഇട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നില്ലാത്ത സന്ദർഭത്തിൽ തയമ്മുമാക്കുള്ള നിയമ നാസിലാക്കുക. അപ്പൊ ഇത് ഒരു സന്ദർഭം ഇട്ടിക്ക് പിന്നെ അത് അങ്ങ് ആ ടെൻറ്റല്ല അങ്ങ് എനിക്ക് കാണ്ടില്ല ചൊന്ത മാല എനിക്ക് കിട്ടില്ല ചൊന്ത അങ്ങ് ಎಂಚು പോകേണ്ട സന്ദർഭത്തിലേക്ക് ಒಂಟೆ തെച്ചി തിന്നെ ಅದರ അടിയിലിന്നെ മാല. അപ്പൊ ഇങ്ങനെ ഇത് പിന്നോട് സംഭവിക്കും. അപ്പൊ അതിലും ഇതിലും എന്താക്കണ്ട ഒട്ടിಗೆ ആക്കണ്ട. കുറെ ആൾമാർ ഇത്ര ആൾമാർ അങ്ങനെ ഡൗട്ട് കേട്ടത് ഉണ്ട്. അത് കേട്ട് ನಾನು പ്രത്യേകമായിട്ട് ചൊന്നെ അത് പിന്നോട് സന്ദർഭിക്കും. ഈ സന്ദർഭ ഊടെന്താ ഇತ್ತು ചൊന്നെങ്കിൽ മാല കിട്ടിട്ട് ആയിഷ റളിയല്ലാഹു റിട്ടേൺ ಬಂತು നോക്കുമ്പോ ഈ സൈന്യത്തങ്ങ അങ്ങ് പോയിട്ടേ ഇരു. അപ്പൊ ആയിഷ റളിയല്ലാഹു എന്ത് ആക്കുന്നുണ്ടായിട്ടില്ല. ആയിഷ റളിയല്ലാഹു ബുദ്ധി കൂർമത്തെ ഇന്ന് ഒരു പെണിങ്ങായ സബಲು അയിമ അപ്പറിപ്പറ് ഓടുകയും പോവാണ്ടെ ആ സൈന്യം എവിടെ പോയിര് അങ്ങ് എവിടെ ഇന്നാറ് ടെന്റ് കെട്ടിട്ട് എവിടെ ഇന്നാറ് അതേ ಜಾಗದಲ್ಲಿ ആയിഷ റളിയല്ലാഹു അവിടെ എന്താക്കിത്ത് ദച്ചിത്ത്. അതൊരു ഹിക്മത്ര ഒരു ഭാഗമായിട്ട് സാധാരണ ചില സന്ദർഭത്തിൽ ഞങ്ങളെ പെണിങ്ങമ്മ അല്ലെങ്കിൽ ആരെങ്കിൽ ഞങ്ങൾ ആരെങ്കിൽ ഒരു കാണാണ്ട അവിടെ സന്ദർഭത്തിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ തേടിയോ പോകേണ്ടതല്ല ബുദ്ധി. ഉലമാക്കന്മാർ അവിടെ ഞങ്ങൾക്ക് എന്താക്കാറ് അതിലൊരു പാട്ട് പഠിപ്പാട്ടാറ് എവിടെ ലാസ്റ്റ് ഞങ്ങൾ കണ്ടുമുട്ടിരാമ എവിടെ ഞങ്ങൾ തപ്പിരാമ ആ ജാഗയിൽ ഞങ്ങൾ നിൽക്കുന്നു ചൊല്ലേ ഒരു പാട്ട ഇതിൽ ഞങ്ങൾക്ക് കിട്ടുണ്ടായിത്തിക്കറ് ഉലമാക്കന്മാർ ചൊല്ലേ. അപ്പൊ ആയിഷ റളിയല്ലാഹു എന്താക്കിത്ത് ആ തപ്പിപ്പോയ ജാഗ ഏതാ ലാസ്റ്റ് എവിടെ അങ്ങ് കണ്ടുമുട്ടിനാറാ എവിടിന്നാറാ അതേ ജാഗയിൽ ആയിഷ റളിയല്ലാഹു എന്താക്കിത്ത് ദച്ചിത്ത്. അങ്ങനെ ദച്ചിട്ടാകുമ്പോഴത്തേക്കു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്ത് ഒന്ന് മുഖദ്ദിമത്തുൽ ജയ്ഷ് ചൊന്തു നിൽക്കും. അതായത് ഒരു സൈന്യത്തെ കൂട്ടിയ പോകുമ്പോഴത്തേക്ക് ഫസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജണ്ട അല്ല കടത്തിട്ടിക്ക്. അതെന്ത് എതിരിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാ അല്ലെങ്കിൽ ആരെങ്കിലും അറ്റാക്കു ബന്നോ ഉള്ളാರ ചൊಂತು ಫಸ್ಟಿಗೆ ಗೊಂತಾಕುಗೈಟ್ ಜಂಡ ಅಲ್ಮಾರ್ ಫಸ್ಟಿಗೆ ರಸೂಲ್ ಎಂದಾಕಿವಿಂತ ಕಡ್ತಿವಿಂತ ಜಂಡ ಮತ್ತದು ಅಂದ್ರೆ ಮುಅಖರತುಲ್ ಜೈಶ್ ചൊಂತೊಂದುಂಡು ಪೆರೋಲು ಸೈನ್ಯತೆ ಪೆರೋಲು ಒನ್ನ അല്ലെങ്കിൽ ജണ്ടാലെ നിപ്പാട്രെ തെല്ലു ലേറ്റ് ആക്കിട്ടാങ്ങ എന്താ അവിടെ പെറോലെ ബണ്ടി അതെന്ത് ഈ സൈന്യത്തെ എന്തേ ഒന്ന് കാണാണ്ടായെങ്കിൽ അല്ലെങ്കിൽ എന്തേ ഒരു ഉപദ്രവം ഉണ്ടുണ്ടായെങ്കിൽ അങ്ക് പിന്നെന്താക്ക സൈന്യം പോയാൽ പിന്നും ആ കാണാണ്ടായ സാമാന പെരക്കിട്ട് അങ്ക് കൊമ്പറ. അപ്പൊ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സൈന്യത്തിലും അങ്ങനെ ആക്കിയുണ്ട്. അങ്ങനെ ഈ ടിക്കറൂടെ എന്തായിട്ട് ആയിഷ റളിയല്ലാഹുവിനോട് ദച്ചിട്ടിക്കറ സന്ദർഭത്തിൽ മുഅഖറത്തുൽ ജയ്ഷൈറ്റിനെ ഒരു സഹാബി ആറ് സഫ്വാൻ ഇബ്നുൽ മുഅ്തൽ അസ്സലമി റളിയല്ലാഹു അൻഹു അയാൾ ഇങ്ങനെ അയാളുടെ വണ്ടിൽ ഇങ്ങനെ ബന്തി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പെണിങ്ങ അയാൾക്ക് സഡൻ ഷോക്ക് ആവും. അയാൾക്ക് നോക്കിയിട്ടേ പിടിയായിട്ട് ഇത് ആയിഷ റളിയല്ലാഹു അൻഹ ടിക്കറ്. ആയിഷ റളിയല്ലാഹു അൻഹ ആ ഹദീസിൽ ചൊല്ലു ഹിജാബ് ആയത്ത് നാസിൽ അവരേക്ക് മുന്നോലു സഫ്വാൻ ഇബ്നുൽ മുഅ്തൽ ഇയാള് നന്റെ നോക്കി തിന്ന സബൽ അയാൾക്ക് എന്താ ഇത്തിത്ത് നന്റെ ഗുർത്ത കിട്ടിത്തെന്ത്. അങ്ങനെ അയാൾ നോക്കിയപ്പമേ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ അയാൾക്ക് ഗുർത്ത കിട്ടിത്ത്. അപ്പൊ അയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലു. ആ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊന്നത് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ യസാർത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ തെല്ലവിടെ ദച്ചവിടെ എന്താക്കിത്തെന്ത് വർങ്ങിത്തെന്ത്. അങ്ങനെ ഇയാൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലത് കണ്ടിട്ട് കേട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ യസാർത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലു വല്ലത്തി അഹസ്സത്തു ഫഗത്തതു വജ്ഹഹ. ആ സംഭവം വിവരിക്കലോട് ഉലമാക്കന്മാർ ചൊല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ ഈ സൗണ്ട് കേട്ടിട്ട് റപ്പ അയിമെന്താക്കിത്ത് അയിമര മുഖത്തെ തുണി ബന്ധാക്കിത്ത് അയിമര മുഖത്തെ ആ ഒരു തുണി ബന്ധാക്കിത്ത്. അപ്പൊ നോക്കൂ ഹിജാബ് എത്ര സഹാബിരങ്ങ സൂക്ഷിച്ചോ ഇന്നാറ് ചൊല്ലതും അതേപോലെ സഹാബിരങ്ങ ആ പെനിങ്ങളെ എത്ര ആദരിച്ചോ ഇന്നാറ് ബഹുമാനിച്ചോ ഇന്നാറ് ചൊല്ലതല്ല ആ ഒരു സംഭവത്തിലല്ല നമുക്ക് മനസ്സിലാവും അല്ലെ. നോക്കൊരു സഹാബിരങ്ങ ആ പെട്ടിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടാ ചൊന്തു നിൽക്കോ പോയിട്ടില്ലേ. അപ്പൊ അതൊരു എന്ത് അത പോയിട്ടിക്കറ അങ്ങനെ നിൽക്കി നോക്കാൻ ടിക്കറുതും അതേപോലെ അങ്ങനെ പെനിങ്ങളൊട്ടിക്ക് മുട്ട അങ്ങനെ ഒരു ഒട്രാശി പോലെ ഇന്നത്തെ കാലത്തിലുള്ള നമുക്ക് കാണാൻ സാധ്യ ഒരു കസിൻ ഉണ്ടില്ല അതേപോലെ അന്യ പെണ്ണുണ്ടില്ല കൈ പിടിച്ചിട്ടും കുസാൽ കളിച്ചിട്ടും അല്ല അങ്ങനെ ലിക്കർ മാത്ര സഹാബിരങ്ങ എത്രത്തോളു ഡിസ്റ്റൻസ് വെച്ചോ ഇന്നാറ് ചൊല്ലതും അതേപോലെ ഹിജാബ് എത്ര കാത്തു സൂക്ഷിച്ചോ ഇന്നാറ് ചൊല്ലതല്ല ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ എന്താക്കിയിട്ട് ഈ സൗണ്ട് കേട്ടപ്പമേ മുഖ മുച്ചിത്ത്. അങ്ങനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു മുട്ട ಬಂತು ಒಂಟೆರೆ
கீழாக்கி கொடுக்குறோம் ஒன்ட்டு தெப்பாட்டு சஃபான் ரலியல்லாஹு அப்புறம் போகணும் ஆயிஷா ரலியல்லாஹு அன்ஹு பிடித்து இது ஒன்ட்டு தேய்க்கு சொல்றேன் അങ്ങനെ ஒன்ட்டு மேல் பத்திட்டு ஆயிஷா ரலியல்லாஹு தெச்சல் பின்ன സഫാൻ റളിയല്ലാഹു അൻഹു ಬಂದು ಆ ಒಂಟರಿ ನಿಪ್ಪಾಟಿಟ್ಟು ಅದರ ಮೂಕಿಗೆ ಬಲ್ಲಿ ಬಿಡಿಸಿಟ್ಟು ಕೂಟೆ ಹೋಗೋಣ ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ சொல்றே ಫವಲ್ಲಾಹಿ ಮಾ ಕಲ್ಲಮನಿ ಕಲಿಮತು ಸಫಾನ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಅಲ್ಲಾಹ್ ವೈತಿಕರ ಸತ್ಯ ಒರೇ ஒரு ಪಲ್ಕ ನನ್ನೊಟ್ಟಿಗೆ ಆ ಟೈಮಲ್ಲಿ ಪಲ್ಕ ಅರ್ಜಿಟ್ಲೆ ಎಂದ್ರಲ್ಲ ಅಂಟು ವಲಾ ಸಮಿಅತು ಮಿನ್ಹು ಶೈಅನ್ ಗೈರ ಕೌಲಹು ಇನ್ನಾ ಲಿಲ್ಲಾಹಿ ವ ಇನ್ನಾ ಇಲೈಹಿ ರಾಜಿಊನ್ ಕಾಲ್ ಇನ್ನಾ ಲಿಲ್ಲಾಹಿ ವ ಇನ್ನಾ ಇಲೈಹಿ ರಾಜಿഊൻ ಅಲ್ಲಾಂಟೆ ಬೇರೆ ഒരു പൽക്കും അയാളുടെ ബായിൽ നിന്ന് നാ കേട്ടിട്ടില്ല അത്രത്തോളം അതെ പെണ്ണുങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് അതേപോലെ അള്ളാഹ് അവരെ സൂക്ഷിച്ചിട്ടിന് ഒരു ആലയിട്ടിൻകാറ് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ ഒരേ ഒരു പൽക്ക എങ്ങനെ എന്തിങ്ങനായി ചിലപ്പോൾ സന്ദർഭത്തിലെല്ലാം ഞാൻ കേൾക്കുക ഇതെന്തിനാ ഇങ്ങനെ നിങ്ങൾ എങ്ങനെ വിട്ടുപോയി നിങ്ങൾ എന്തിവിടെ ബാക്കിയായി എന്തും ഇല്ല കാലി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മാത്രമേ നമുക്ക് അയാളുടെ ബായിൽ നിന്ന് കേട്ടേ ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ ആ ഹദീസ് റിപ്പോർട്ട് ആക്കുമ്പോൾ ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യവും അങ്ങനെ പിന്നെ എന്താക്കിയിട്ട് സഫാൻ ആ ഒൻറ്റെর മേൽ ദപ്പാട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിയ പോകണം അങ്ങനെ കൂട്ടിയ പോയിട്ട് ഇങ്ങ ഒരു ദുഹാ ടൈം ആകുമ്പോഴത്തേക്കു ദുഹാ ടൈം ആകുമ്പോൾ സന്ദർഭത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തെ അങ്ങ് കണ്ടുമുട്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യ ദൂരത്തിൽ അങ്ങ് കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമറക്കും ഇങ്ങനെ കാണ്ട് ഇങ്ങ പെറുത്തിരിഞ്ഞ് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹും സഫാൻ റളിയല്ലാഹു അൻഹു ജണ്ടാൽ ഇങ്ങനെ വന്നോ ഉള്ളാർ സൈന്യത്തെ പെറവുലുള്ളങ്ങാറ് മുനാഫിക്കുമാർ അപ്പോൾ പെറവുലുള്ളങ്കൈത്തിക്ക് ഫസ്റ്റ് കാണ്ടേ അപ്പൊ ഈ സന്ദർഭത്തെ അങ്ങ് എപ്പം ഫിത്നാക്കുകയും ഫസാദാക്കുകയും നോക്കി ഇന്ന ആൾമാർ മുനാഫിക്കുമാർ അതിൽ പ്രത്യേകിച്ചിട്ടാർ അബ്ദുല്ലാഹിബിൻ ഉബൈ ഇബ്നു സലൂൽ അവനും ആ സൈന്യത്തിൽ നിന്ന അവನು ಆಲ್ರೆಡಿ ഒരു ഫിത്നാക്കിട്ട് എന്താക്കി തിന്ന നിന്നെ തിന്ന അവന്റെ ആ ഫിത്ന പിടികൂടി തിന്ന് ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൊന്തിന്ന് പാട് ഇതൊരു ചാൻസ് അവന്റെ ആ ഒരു ഫിത്നത്തെ മറച്ചു വെക്കുകയും അവന്റെ നിന്യത്തെ മറച്ചു വെക്കുകയും ഇതും ഒരു ചാൻസ് ആയിട്ട് അവൻ ഏറ്റെടുത്ത അങ്ങനെ മുനാഫിക്കുമാർ ഇത് നോക്കിയിട്ട് കുസു ആക്കു സ്റ്റാർട്ടാക്കിയ സാധാരണ നാളറായത്തിൽ ഒരു വിഷയം എന്തേ ഒരു ചെറിയ കിട്ടിയെങ്കിൽ അതിൽ പെറോൽ എന്തിനാ നടന്നേ അതിൽ എന്തിനാ സംഭവം എന്തും അന്വേഷിക്കില്ല അതേപോലത്തെ സ്വഭാവത്തിക്കർ മുനാഫിക്കുമാരെ സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചൊല്ലുന്നതും അതുവേ ഇട്ടിക്കർ അപ്പൊ ഇങ്ങെന്താക്കിയാറ് അവിടെ ഇതെന്ത് ഇങ്ങനെ അല്ലെ സഫ്വാനും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടിಗೆ ಬಂದത് കാണുമ്പോൾ ഇതെന്ത് ഇങ്ങനെ ആയി അല്ലെ ഫസ്റ്റ് ഇതെന്ത് ഇങ്ങനെ ആയി പിന്നെ എന്ത് അങ്ങനെ ആയി ഇങ്ങനെ ഒന്നൊന്നു ആഡ് ആക്കുക സ്റ്റാർട്ട് ആക്കിയിട്ട് അവിടെ എന്തായിട്ട് പൽക്ക ബറകു സ്റ്റാർട്ട് ആയിട്ട് അപ്പൊ ഇതൈറ്റിക്കറ് എന്തായേ അവിടെ ಇದಕ್ಕೆ ಆಯಿಷಾ റളിയല്ലാഹു അൻഹയുടെ മേൽ വ്യഭിചാര ആരോപണാക്കുകൂ കാരണമായ ഒരു സംഭവ ഒരു സന്ദർഭ ഇതായിട്ട് ചൊല്ലുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇതൈറ്റിക്കറ് ഇവിടെ ഞങ്ങൾ പഠിക്കുന്ന ഒരു പോയിന്റ് എന്താ വെച്ചെങ്കിൽ ഹദീസിൽ ഞങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ മുനാഫിക്കുമാർ എന്തിനെ ചൊല്ലുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തിനെ പൽക്കൈരെ ചൊല്ലുന്നതും എവിടും നമുക്ക് കാണാൻ സാധ്യമില്ല എവിടും എന്തിനെ ಖಾಲಿ ഇഫ്കിന്റെ ഹദീസിൽ കാണ്ടി ആരോപണ അപ്പൊ എന്തിനെ ആരോപണാക്കി ഇന്നെ എന്തിനെ ചൊന്നു ഇന്നെ ആ ഹദീസ് റിപ്പോർട്ട് ആക്കി ആയിഷ റളിയല്ലാഹു അൻഹ ആവട്ടെ അല്ലെങ്കിൽ ആ സംഭവം ഉദ്ധരിച്ച ഏതൊരു സഹാബി ആവട്ടെ എന്താക്കിട്ടില്ല അത് എന്തിനെ സംഭവിച്ചേ ചൊല്ലുന്നത് അങ്ങ് എന്തിനെ ചൊന്നു ഇന്നെ ചൊല്ലുന്നത് ആറും ചൊന്നില്ല അപ്പൊ ഇതും ഒരു അതവൈറ്റിക്ക് ഞങ്ങൾ ഒരാളെ വിഷയം ചൊല്ലുമ്പോഴത്തേക്കും അവൻ എന്തിനെ ചൊന്നേ ചിലന്മാർ പച്ചക്ക് ചൊല്ലുறாரு അങ്ങനെയല്ല ചൊല്ലുത്തീര ഞങ്ങളെ പൽക്കത്തിലും ഞങ്ങൾ എന്താക്കുന്നു ജാഗ്രത ആക്കുന്നു ചൊല്ലുന്നത് ടിക്കറ് ഈ ഒരു സന്ദർഭത്തിൽ പഠിക്കാനായ ഒരു പോയിന്റ് ഏതായെങ്കിലും അവിടെ സഫ്വാനും ആയിഷ റളിയല്ലാഹു അൻഹ നടുവിൽ വ്യഭിചാര ആരോപണ ചൊല്ലുന്നതിൽ ഡൗട്ട് ഇല്ല അങ്ങനെ എന്താക്കിയാറ് അവിടെ അതുക്ക് ജണ്ട് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ട് ഒരു കണക്ഷൻ ആക്കിയാറ് അങ്ങനെ മദീനത്തിൽ എത്തിയൽ പിന്നെ മുനാഫിക്കുമാർ അപ്പറ ഇപ്പറ ഫിത്തനും ഫസാദെല്ലാം ഉണ്ടാക്കും സ്റ്റാർട്ടായി പൽക്ക പറയും സ്റ്റാർട്ടാക്കിയാർ എന്ത് എന്നെ പോയോട് അങ്ങനല്ലേ എന്ത് ഒരു വിഷയം കിട്ടിയെങ്കിൽ സോഷ്യൽ മീഡിയ യാറാ ഇന്നത്തെ കാലത്തിൽ ന്യൂസ് ഇന്നത്തെ ന്യൂസിലെ 90% നമുക്ക് നമ്പുകാവാത്ത ന്യൂസ് ആയിട്ടിക്ക് അപ്പൊ അതേപോലെ അണ്ടത്തെ കാലത്ത് മുനാഫിക്കുമാർ തിന്നാറ് അങ്ങനത്തെ സ്വഭാവം ഏറ്റെടുത്തോ ഇന്ന് അപ്പറ ഇപ്പറ ഒന്നൊന്നു ആഡാക്കിയിട്ട് ഒന്നൊന്ന് ചൊന്നു പൽക്ക പറഞ്ഞുകൊണ്ട് ആൾമാർ കൂടിയോടെല്ലാം പൽക്ക പറയുകയെല്ലാം സ്റ്റാർട്ടാക്കിയാർ അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ സഫർ തീന്ത് ഔത്തു വന്നെത്തുമ്പോഴത്തേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ രോഗിയായിട്ട് അണ്ടത്തെ സഫർ അങ്ങനെ ഒരു സഫർ പോയിട്ട് പറയുമ്പോഴത്തേക്ക് അങ്ങ് എന്താ വിടാറ് സാധാരണ തീരാറ് സാധാരണ അങ്ങനെ ഒരു ബച്ചല്ലും അങ്ങ് രോഗിയാവിടാറ് എത്ര ആൾമാർ അങ്ങനെ മരിക്കാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ സഫർ പോയപ്പ അല്ലേ മരിച്ചിട്ട് ഞങ്ങൾ അത് ചൊന്നതേറ്റിക്കർ അതേപോലെ ഉമ്മം മദീനത്ത് പോയിട്ട് റിട്ടേൺ പറയുമ്പോഴേറ്റിക്കർ മരിച്ചിട്ട് അങ്ങനെ ഓരോ സഫറെല്ലാം പോയിട്ട് പറയുമ്പോൾ അങ്ങനെ എന്താ വിടാറ് ചില ആൾമാർ രോഗിയാവിടാറ് ചില ആൾമാർ മരിക്കാറ് അങ്ങനത്തെ സഫർ ആയിട്ട് മുന്നത്തെ കാലത്ത് അങ്ങനെ ഈ ഒരു സഫർ ആയിട്ട് റിട്ടേൺ മദീനത്തേക്ക് ಬಂತೆತ್ತಿಯಪ್ಪ ആയിഷ റളിയല്ലാഹു അൻഹ എന്തായിട്ട് ರೋಗಿಯಾಯ್ತು ಅವತುಲು ಬಾಕಿ ಪರത്തിൽ നടക്കുന്ന ഈ ഒരു ആരോപ ആയിഷ റളിയല്ലാഹു അൻഹ പിടിയില്ല എന്ത് ആയമുട്ടുല്ലേ ചൊല്ലുന്നത് ആയിഷ റളിയല്ലാഹു അൻഹക്ക് എന്തും ഒരു വിഷയ ഗൊന്തില്ല ഈ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കര ടെൻഷനിലും അതേപോലെ ഭയങ്കര ദുഃഖത്തിലായി പോയ ഒരു സന്ദർഭമായിട്ടിട്ടത് അല്ലേ
സ്വന്ത പെഞ്ഞായിമാരുടെ മേൽ ഇങ്ങനത്തെ ഒരു ആരോപണം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാപ്പിള ആയ ഒരാൾ എന്താ ഒരു ബേജാറും ടെൻഷനാവും. ആറത് സമ എന്തിരെ സമ ആറ് ചൊല്ലത് സമ ആറ് പൽക്ക് നാ എടുക്കട്ട് ഇങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ഒരു അവസ്ഥ ഇക്കറ്. അപ്പം അതേപോലത്തെ ടെൻഷൻ്റെ ഒരു അവസ്ഥ ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നേരിടാനായിട്ട് വന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ബണ്ടിട്ട് ആഗ്രഹിച്ചിട്ട് മാത്ര അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി ബന്നില്ല. അതും ഒരു പരീക്ഷണ ഇത്തിന്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണ ഇത്തിന്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ബന്നേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിക്ക് വേണ്ടി കാത്തു ഇൻത്ത് അതേപോലെ ടെൻഷൻ ആക്കി ഇൻത്ത് എന്തിനാക്രയും ചൊല്ലുക എന്തിനാക്രയിട്ടും ആയോട്ടില്ല ಅಂತ അല്ല. ഇതിലുള്ള നമുക്ക് മനസ്സിലാക്കുക അവിടെ എന്തിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യറ്റിക്കർ ഗൈബ് പിടില്ലാത്ത അതേപോലെ ഫ്യൂച്ചറിൽ ആവുടതായ വിഷയപ്പെടില്ലാത്ത അല്ലെങ്കിൽ പെറോൾ നടന്നതായ വിഷയപ്പെടില്ലാത്ത ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യറ്റിക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇതിക്ക് എന്തൊരു അർത്ഥമുണ്ട് അല്ലേ? അങ്ങനെ എല്ലാം പിടിഞ്ഞ ഒരാളുണ്ടായെങ്കിൽ ഈ ഒരു വ്യഭിചാര ആരോപണത്തും അതേപോലെ ഇങ്ങനെ ഒരു ടെൻഷൻ എടുക്കുന്നതുക്ക് എന്തൊരു അർത്ഥമുണ്ട്? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. അതേ ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമറൊട്ടിಗೆ പ്രഖ്യാപിക്കുക ചൊന്നരെ നബിയെ ನಾನು നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യ ചൊന്തു നിങ്ങൾ ആൾമാർക്ക് ചൊന്നു കൊടുക്കರು ಮಾತ್ರ ಪ್ರತ್ಯೇಕತೆ ಉಂಡು ಎಂದರೆ ನಕ್ಕು ವಹಿ ಕಿಟ್ಟರು ಚೊಳ್ಳೆ ಪ್ರತ್ಯೇಕತೆ ಉಂಡು ಚೊಳ್ಳೆದು ಅದು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಪ್ರತ್ಯೇಕತೆ ಇಟ್ಟಿಕ್. ಅವ ಏದು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎಂದ್ರೆ ಇಲ್ಲ ಗೈಬ್ ಪಿಡಿಲ್ಲ ಗೈಬ್ ಗೊಂತವಲ್ಲ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆല ಗೊಂತಾಕ್ಯದಲ್ಲ ಅಂಟೆ. അപ്പോൾ ഇതിലുള്ള അത് ഇട്ടിക്കർ നമുക്ക് ഇതിലുള്ള കിട്ടൊരു വലിയൊരു പാട്ട. അപ്പോൾ ഏതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെൻഷനിലായി പോയ ഒരു സന്ദർഭം തിന്തിത് ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലറ് നക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് കാണുക കിട്ടിയിട്ട് ആ സന്ദർഭത്തിൽ നബിയുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് കാണുക കിട്ടിയിരുന്നു. കാരണം എന്താ വെച്ചെങ്കിൽ സാധാരണ രോഗിയാകുമ്പോഴത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ಯಾರ ಆಯಿಷ റളിയല്ലാഹു അൻഹയുടെ നോക്കി ಇಂತ ಯಾರ ಆಯಿಷ റളിയല്ലാഹു അൻഹയുടെ ശുശ്രൂഷിച്ചുണ്ട് അല്ലെങ്കിൽ ಯಾರ മുട്ടത്തിൽ ഇന്ന് ഒരു അവസ്ഥ അല്ല ಇಂತ മാത്ര ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയത്ത് ആയിഷ റളിയല്ലാഹുമായിട്ടുള്ള ഒരു ചെറിയ നമത്തിൽ വിട്ടു നിൽക്കലും അതേപോലെ അങ്ങനത്തെ ഒരു ചെറിയ എന്തിന് സ്വഭാവത്തിലുള്ള ചേഞ്ചസ് ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടു ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലതും നമുക്ക് കാണാം. ഏതായാലും പ്രധാനമായിട്ട് മുനാഫിക്കുമാറിയിട്ട് ഈ ആരോപണത്തിൽ എല്ലാ തട്ടി പ്രധാനമായിട്ടിന്നെ എല്ലാ മുനാഫിക്കുമാറും ಸೇರಿ ತಿನ್ನಾർ. മാത്രം ಅದರೊಟ್ಟಿಗೆ പ്രധാനപ്പെട്ട 3 സഹാബിമാരും ഈ ആരോപണത്തിൽ ಸೇರಿ ತಿನ್ನಾർ. നല്ല ഇഖ്ലാസുള്ള സഹാബിമാർ അങ്ങനെ നിർച്ചാറ് ഇതേറ്റിക്ക് നേരിട്ട് നിർച്ചിട്ട് അങ്ങും എന്താക്കിനാർ ഇതുക്ക് ഇൻവോൾവ് ആയിട്ടിനാർ. അതിൽ 3 ഒന്നാമത്തേത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കവി ചൊന്ത അറിയപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു. രണ്ടാമത്തേത് മിസ്തഹ് ഇബ്നു ഉസാസ മിസ്തഹ് റളിയല്ലാഹു അൻഹു. അയാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ചെലവിൽ ജീവിച്ചു ഇന്നെ ഒരാളായിട്ടിന്ത് മിസ്തഹ് റളിയല്ലാഹു. കാരണം അബൂബക്കർ റളിയല്ലാഹുവിന്റെ കുടുംബ ബന്ധം ഇന്നെ ഒരാളായിട്ടിന്ത് അയാളും ഇതിക്ക് എന്തായത് ഇൻവോൾവ് ആയിരുന്നു. അതേപോലെ മൂന്നാമത്തേത് ഒരു പെണ്ണിങ്ങായിട്ടിന്ത് പെണ്ണിങ്ങ സഹാബി ഹംനത്ത് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണായി സൈനബ് ബിൻത്ത് ജഹ്ഷറെ സഹോദരിയായിട്ടുള്ള ഹംന ബിൻത്ത് ജഹ്ഷ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ പെണ്ണായി ഹംനത്ത് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഈ 3 ആളായിട്ടിക്ക് സഹാബിരങ്ങളെ കൂട്ടത്തിൽ അതായത് ഇഖ്ലാസുൽ അള്ളാഹുരെ യഥാർത്ഥ രൂപത്തിൽ പേടിക്കുന്ന സഹാബിരങ്ങളെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ഈ 3 സഹാബിരങ്ങളായിട്ടിന്നാറ് ഈ ആരോപണത്തിൽ ഇൻവോൾവ് ആയിട്ടിന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു തിങ്കൾ കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നോ ഇല്ല. ആൾമാർ ആരോപണത്തെ മേൽ ആരോപണം ഇട്ടുകൊണ്ടിരുന്നാർ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ എന്തായിട്ട് ರೋಗ ഒരാൾ തെല്ലു സുമാറായിട്ടാകുമ്പോഴത്തേക്കു അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ വർക്ക ഹാജത്ത് പൂർത്തിയാക്കുകയായിട്ട് മദീനത്തിൽ ഒരു ജാഗ ഉണ്ട് പെണ്ണിങ്ങുണ്ട് ഒരു ജാഗ. അന്നത്തെ കാലത്ത് ഔത്തുള്ള ടോയ്ലറ്റ് ഇല്ല, അതേപോലെ ഔത്തുള്ള പുറത്ത് ടോയ്ലറ്റ് ഇല്ല. അങ്ങനെന്താക്കി തെല്ലു ദൂരെ പോയിട്ട് പെണ്ണിങ്ങുണ്ട് ഒരു ജാഗ ಅಂತ ആ ജാഗക്ക് പോയോണ്ടിരുന്നാർ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ആക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹും ഒട്ടിಗೆ ഉമ്മു മിസ്തഹ് റളിയല്ലാഹു അൻഹയുടെ ഉമ്മ മിസ്തഹ് റളിയല്ലാഹു അൻഹ ഇപ്പോൾ ചൊന്ന ഈ വ്യഭിചാര ആരോപണത്തിൽ ഇൻവോൾവ് ആയ സഹാബി ആ സഹാബിയുടെ ഉമ്മു മിസ്തഹ് അയിമ ജണ്ടാൽ ഇങ്ങെന്താക്കിയാർ ഹാജത്ത് പൂർത്തിയാക്കുകയായിട്ട് പോയാർ ജാവു. അങ്ങനെ തിരിച്ചു റിട്ടേൺ പണ്ട സന്ദർഭത്തിൽ ഈ ഉമ്മരെ കാൽ ജാരിട്ടത്തിൽ ഇങ്ങനെ ബൂളു. ആ ബൂനപ്പ അയിമ ചൊല്ലുற പൽക്കെಂದ್ರೆ തഇസ മിസ്തഹ് ഗനാശാൻ. അപ്പൊ അയിമ ആ ഒരു ബേജാർ മിസ്തഹ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആരോപണം ഇടുന്നത് അയിമക്ക് ഇഷ്ടമില്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ. അപ്പൊ ഈ ഒരു ബേജാറും ഈ ഒരു ദുഃഖ അയിമര മനസ്സിൽ ഇന്ന സമയം ഈ ബൂൾഡനെ അർത്ഥ അയിമര ബായിൽ ಬಂದು പോയിട്ട് ಅಂದ್ರೆ ತೈಸ ಮಿಸ್ತಹ್ ಗನಾಶ. ಆಯಿಷ റളിയല്ലാഹു അൻഹ ഷോക്ക് ಅವರು ಸ್ವಂತ ಮೋಂಡ್ರೆ ಮೇ ದೂರ್ರಿ അതും എങ്ങനത്തെ സഹാബി ബദ്ർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ സഹാബിരെ ദൂർരി. ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കറ് ബേസമാ കുൽത്തി നീങ്ക ചൊന്നത് എത്ര ബെടുക്ക് വിഷയ അതസുബ്ബീന റജുലൻ ഖദ് ഷഹിദ ബദ്റൻ ബദ്ർ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ആക്കിയ സഹാബിരെ മേൽ നിങ്ങ ഇങ്ങനെ ദൂരമ ഇങ്ങനെ പറയരമ
ചൊന്തു ആയിഷ റളിയല്ലാഹു അൻഹ കേക്കറി ചൊന്തു ഈ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആരോപണം എല്ലാം പിടില്ല അപ്പൊ ഇട്ടിക്കറി ഈ ഉമ്മു മിസ്ത എന്താക്കറി ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്നു കൊടുക്കറി യാ അൻതി അലം തസ്മഈന മാ ഖാൽ മിസ്താഹ് റളിയല്ലാഹു അൻഹു ചൊന്നു ഉള്ളത് നിക്ക ഗൊಂತಿಲ್ಲ ವಿಷಯ ನೀ ಕೇಟಿಟ್ಲೆ ವಿಷಯ അപ്പൊ എന്തൊരു വിഷയ കേൾക്കുമ്പോഴത്തേക്കും അഖ്ബറത്നി ബിഖൗലി അഹ്ലിൽ ഇഫ്ക് അവിടെ നടന്നു ഇന്നത എന്തെല്ല ആരോപണം ಇಂತ ಅದೆಲ್ಲം ಐಮ അവിടെ വിവരിച്ചു കൊടുക്കും ഇങ്ങനെ വിഷയ നിങ്ങളുടെ വിഷയത്തിൽ നടന്നുകൊണ്ടു ഈ ഒരു ആരോപണം ആയുണ്ടുണ്ട് ചൊന്തു ಐಮ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്നു കൊടുക്കും ആയിഷ റളിയല്ലാഹു അൻഹ ഷോക്ക് ആവും ആയിഷ റളിയല്ലാഹു അൻഹ അപ്പയിട്ടിക്കറി ഈ വിഷയ പിടിയവർ ആയിഷ റളിയല്ലാഹു ചില ഹദീസിൽ കണ്ട് ആയിഷ റളിയല്ലാഹു ബോധ കെട്ട് ബൂൾற പോലായി അങ്ങനെ പിന്നെ ആയിഷ റളിയല്ലാഹു ബേജാറിൽ ഔത്തുക പോണ്ടു അങ്ങനെ ഔത്തു പോയിട്ട് വിത്യാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಔತುಗು ಬಂದಪ್ಪ ರಲಿಯಲ್ಲಾಹು ಅನ್ಹ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ರೊಟ್ಟಿಗೆ ನನ್ನ ಅಬ್ಬುಮ್ಮರ ಔತುಗು ನಿಂಗೆ ಹೋಗು ಪರ್ಮಿಷನ್ ತರನು ಚೊಂತು ಪರ್ಮಿಷನ್ ಕೇಟಪ್ಪ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ എന്താക്കിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹക്ക് പെർമിഷൻ കൊടുത്തു അപ്പൊ നോക്കൂ ഇതിലും ഒരു പാട്ട ഉലമാക്കന്മാർ ചൊല്ലാറ് ഒരു എവിടെയും പോണു സ്വന്ത അബ്ബുമ്മർ ഔത്തു കൊണ്ടുണ്ടായെങ്കും പെണ്ണിങ് എന്താക്കുന്നു മാപ്പിളരെ പെർമിഷനോട് കൂടിയിട്ടേ പോണു പെർമിഷൻ ഇല്ലാണ്ട് കിറ്റോടെയും പിടിച്ചോടെയും ഔത്ര പറത്തിരിഞ്ഞ് പോണ്ടല്ല അല്ല ഇണ്ടെದ್ರೆ ഡ്രൈവിംഗ് ഗൊಂತುಂಡು ചൊന്തു കാർ എടുത്തോണ്ട് ഒരു പോക്ക് മാപ്പിളരൊട്ടിಗೆ ഒരു പൽക്കമ ഒരു കേക്കല എന്തും ഇല്ലാത്ത ഒരവസ്ഥ അങ്ങനെയുള്ള ഔത്തീറ എവിടെയും പോണ്ടി ഔത്ര പറത്തി ഇല്ലണ്ടായെങ്കിൽ മാപ്പിളരെ പെർമിഷൻ ഇല്ലാണ്ട് ഒരു പെഞ്ഞായി പറത്തിട്ട് ഇല്ല ചൊല്ലതെ തിക്കറ് ഞങ്ങൾ മനസ്സിലാക്കൂല ഏതായെങ്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ ആയിഷ റളിയല്ലാഹു അൻഹ പെർമിഷൻ കേക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ കൊടുക്കರು അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ഉമ്മ അബ്ബര ഔത്തുകു പോണ്ടു ആ പോണ്ടതും ചരിത്രത്തിൽ നമുക്ക് കാണും ഉമ്മ ഔത്തു പോയപ്പോ ഉമ്മയുടെ എതിരെ പറത്തിക്കറ് ഔത്ര പറത്തിങ്ങനെ നിണ്ട് തിക്കറ് ആയിഷ റളിയല്ലാഹു അൻഹ ബണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ നോക്കിയപ്പോ ഉമ്മ മുട്ട ബണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ബുൽപുട്ടർ ഒരു അവസ്ഥയിലേക്ക് തിക്കറ് ഉമ്മക്ക് കണ്ടേ അപ്പൊ ആ ഉമ്മക്ക് പിടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ബന്നരെ എന്തൊക്കെ ചൊല്ലறது അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ സാന്ത്വനാക്കറ് അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കേക്കറ് അബ്ബക്ക് പിടിയുണ്ട് വിഷയ അപ്പൊ ഉമ്മ ചൊല്ലറതേ അബ്ബക്കും പിടിയുണ്ട് അങ്ങനെ അബ്ബം ബണ്ട് ഉൽഗത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബണ്ട് ആയിഷ റളിയല്ലാഹു അൻഹരെ സാന്ത്വനാക്കറ് അങ്ങനെ പിന്നെ അബ്ബം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മുറുമാൻ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ജണ്ടാലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആശ്വാസാക്കിയിട്ട് അങ്ങ് ഉൽഗ കുട്ടിയെ പോണ്ടാർ അതിൽ പിന്നും ആയിഷ റളിയല്ലാഹു അൻഹക്ക് തീരാണ്ടായ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിൽ യാർ എന്താക്കിയിട്ട് ആൽമാറൊട്ടിಗೆ പോയിട്ട് അഭിപ്രായം കേട്ടിട്ട് എന്തിനാക്കി ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതൊരു തീരുമാനാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡിസൈഡ് ആക്കി കാരണം അല്ലാഹു വഹി ബന്നോ ഇല്ല അപ്പൊ ಇದಕ್ಕೆ എന്തേ ഒരു തീരുമാനം ആവണം ചൊല്ലറെ ആ ഒരു രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുട്ടത്തെ കുടുംബത്തിലുള്ള ആൽമാറൊട്ടിಗೆ ഈ വിഷയത്തിൽ എന്താക്കിയിട്ട് അന്വേഷിക്കുക സ്റ്റാർട്ട് ആക്കിയിട്ട് ഓരോരുത്തർ വിളിച്ചിട്ട് ഡിസ്കഷൻ ആക്കുക സ്റ്റാർട്ട് ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസ്റ്റ് വിളിക്കരെ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുടെ മോണു ഉസാമ റളിയല്ലാഹു അല്ലേ സെയ്ദ് ഇബ്നു ഹാരിസ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽത്തെ മോൻ അപ്പൊ ഉസാമ റളിയല്ലാഹു അൻഹു യാർ ഔത്തുൽ ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തുൽ ഇക്കരെ ഒരു ചെറിയ എന്തേ ഒരു ചെറിയ പ്രായത്തിലുള്ള ഏജിലുള്ള ഒരാളായിട്ട് അപ്പൊ അത് കേട്ടിക്കറ ആയിഷ ഉസാമ റളിയല്ലാഹു അൻഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് കേക്കറെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് ഉസാമ റളിയല്ലാഹു അൻഹു ചൊല്ലു വല്ലാഹി അഹ്ലക വലാ നഅലമു ഇല്ലാ ഖൈറ അല്ലാഹു വൈതിക്കർ സത്യ നിങ്ങൾ പെഞ്ഞയുടെ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഖൈറല്ലാത്ത വേറെ ഒന്നും നാ കേട്ട് തിക്കാൻ അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിക്കరు അലി റളിയല്ലാഹു അൻഹു ബൽത്തെ മോനെ തിക്ക് ഞാൻ അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് കേക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഒരു പൽക്ക ചൊല്ലറ് എന്ത് ലം യുദയ്യിഖില്ലാഹു അലൈക വന്നിസാഉ സിവാഹ കസീർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കൊറടയാക്കിയിട്ടില്ല ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത എത്രമാ പെണ്ണുങ്ങ ലോകത്തുള്ളാറ് ചൊന്തു അലി റളിയല്ലാഹു അൻഹു ഒരു പൽക്ക ചൊല്ലറ് അതിൽ പിന്നെ ചൊല്ലറ് വസലിൽ ജാരിയത തസ്ദുഖക് നിങ്ങ ഏതുകും കേൾക്കണായത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ನೇಬರ್ ಬರೀರ ಚೊಲ್ರೆ ಐಮರೊಟ್ಟಿಗೆ ಕೇಟೆಂಗ್ ಯಾರು ಅದು ಇಟ್ಟಿಕ್ರನಲ್ಲೇ ಅಲಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಆಯಿಷಾ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಮೇಲೆ ಆರೋಪಣ ಹಾಕಿಟ್ಲೆ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ അലി റളിയല്ലാഹു അൻഹു ചൊന്നെന്തേ ദുനിയാവുലു പെണ്ണിങ്ങെന്തും കുറച്ചിട്ടില്ല നിങ്ങൾക്ക് ചൊന്തൈത്തിക്ക് അത്ര ഒരു പൽക്ക ചൊന്നറി അത് പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹു വിഷയം കിട്ടിട്ടാകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു അത് ബേജാറായിട്ട് ചെറിയൊരു അർസ ബന്നറ് മാത്ര ആ അർസ എന്തായിട്ടില്ല കാലാകാലം നിന്നിട്ടില്ല എന്റെ കുറെ ആൾമാർ എന്താക്കുക ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ആരോപ്പിടുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ദൂരം തുകത അലി റളിയല്ലാഹു അൻഹയുടെ മേല് അർസ ഇന്നൈമ ചൊന്തല്ല ഇങ്ങനെ എന്താക്കുക ചൊല്ലാർ ഇല്ല കാലാകാലം അങ്ങനെ അർസ ഇല്ല എത്രമാ പിന്നത്തെ സംഭവത്തിൽ നമുക്ക് കാണ്ട് അലി റളിയല്ലാഹു അൻഹയുടെ ആയിഷ റളിയല്ലാഹു അൻഹു പോതിരതും അതേപോലെ എന്തേ ഒരാൾ വന്ന് ഡൗട്ട് കേൾക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു ചൊല്ലറെന്തേ അലി റളിയല്ലാഹു ಅನ್ಹು പോയിട്ട് കേൾക്കും അയാൾ കേട്ടിക്கிறாದ್ರೆ ವಿಷಯ ಯಾರ ಇಲ್ಮುಲ್ಲೇ ಚೊಂತು ಆಯಿಷ റളിയല്ലാഹು ಅನ್ഹ ಚೊಂತು ಕಟ್ತಿರದಲ್ಲ നമുക്ക് ചരിത്രത്തിൽ കാണാം മാത്രമല്ല ജമൽ യുദ്ധ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹു തിക്കറ് ആയിഷ റളിയല്ലാഹു അൻഹു പ്രൊട്ടക്ട് ആക്കിയിട്ട് അവിടെ കൂട്ടിയ ಬಂತ ಔತುಗು ಬಿಡ್ರಿ അപ്പൊ നോക്കൂ ഇതെല്ലാം അങ്ങനെ നടുള്ള ആ ഒരു തിരുസപ്പാട് നമുക്ക് കാട്ടും അല്ലാണ്ട് കാലാകാലം അങ്ങനെ അർത്ഥത്തിൽ നിങ്ങൾ അല്ലാഹ് ചൊല്ലறது അവിടെ നമ്മൾ മനസ്സിലാക്കും
ഏതായെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേബറെ വിളിക്കർ ബറീറ ആയിമറെ വിളിച്ചിട്ട് കേക്കർ നിങ്ങൾക്ക് ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ യാ ബറീറ ഹൽ റഅയ്തി ഫീഹാ ഷൈഅൻ യരീബുക്കി ബറീറ ആയിഷ റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ എന്തേ ഒരു ഡൗട്ട് ഫിറ്റുൽ എന്തേ ഒരു സംഭവ നിങ്ങൾക്ക് പിടിയുണ്ടാ? അപ്പൊ അയിമ ചൊല്ലേ ലാ വല്ലദി ബഅസക ബിൽ ഹഖ്, ഇല്ല നബിയെ, ഓ അള്ളാഹു വൈത്തിക്കർ സത്യ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയം നക്ക് ആയിഷ റളിയല്ലാഹു കണ്ടിട്ടില്ല. മാത്രമല്ല ചെറിയ മിസ്റ്റേക്ക് ചൊന്ത് നക്ക് കണ്ടെന്തേ ആയിഷ റളിയല്ലാഹു ചിലപ്പ പിട്ടിങ്ങനെ കൊൽക്കിട്ടിങ്ങനെ ബെയ്ച്ചിട്ടാകുമ്പോഴത്തേക്ക് ആ ബച്ചെല്ലാം വറങ്ങി പോണ്ടു. അപ്പൊ ആട് വന്നിട്ട് എന്താക്കർ ആ പിട്ട് തിന്നത് അതേ ടിക്കർ നക്ക് ചൊല്ലുകില്ല. അത്തരം നിഷ്കളങ്കത്തെ ഉള്ളിൽ ഒരു പെണിങ്ങൈ തിക്കർ ആയിഷ റളിയല്ലാഹു. അതല്ലാണ്ട് വേറെ ഒന്നും നക്ക അയിമൽ നിന്നിട്ട് എന്തായിട്ടില്ല ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യം നക്ക് കണ്ടിട്ടില്ല ചൊന്തു അയിമ ചൊല്ലു. അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സീദാ പല്ലിಗೆ പോണ്ടു, പല്ലിരെ മിമ്പർക്ക് പത്തിട്ട് ആൾമാരെ വിളിച്ചു കൂട്ടിട്ട് ചൊല്ലു. ഈ ആരോപണത്തെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, വലിയൊരു ആരോപണം നടന്നുകൊണ്ട് നന്റെ ഫാമിലി ഉൾഗത്തിൽ വലിയൊരു ആരോപണം നടന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പിടില്ലതായ ഒരു കാര്യത്തിക്കറ്. അപ്പൊ ഇതിൽ നിന്നൊരു മുക്തി, ഇതൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് തറു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും വിളിച്ചു കൂട്ടി കേക്കറവിടെ. അപ്പൊ ഇതിക്കറ് ഔസ് ഗോത്രത്തെ ലീഡർ ആയിട്ട് സാദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഞ്ചിന്നിട്ട് ചൊല്ലി. സാദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ചൊന്തു, നബിയെ ഔസ് ഗോത്രത്തെ ആരെങ്കിലും ഒരാള് ആ വിഷയത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളാറുണ്ടായി അങ്ങനെ തല നാ കുത്തറ. അതല്ല ഹസ്രജ് ഗോത്രത്തങ്ങണ്ടായെങ്കിൽ അങ്ങലും നാശമാക്കുക, നിങ്ങൾ ഓർഡർ തണ്ടാറുണ്ടായെങ്കിൽ അങ്ങലും നാശമാക്കുക. അപ്പൊ ഈ ഹസ്രത്ത് ഗോത്രത്തങ്ങളെ വിഷയം ചൊന്നപ്പ ഹസ്രജ് ഗോത്രത്തെ ലീഡർ ആയിട്ടുള്ള സാദ് ഇബ്നു ഉബാദക്ക് അർസ ಬಂತು. സാദ് ഇബ്നു ഉബാദ എഞ്ചിന്നിട്ട് ചൊന്തു, നിങ്ങൾ ചൊന്നത് തപ്പു, ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ഒരാളുമില്ല, അങ്ങനെ നിങ്ങൾ സമാക്കുകൂ എന്താവില്ല, ഞങ്ങളെ ഇതില്ലാണ്ട് നിങ്ങൾക്ക് അങ്ങനെ കൊല്ലുകയും ആവില്ല ചൊന്തു. ഇയാൾ എന്താക്കർ അവിടെ എതിർ പൽക്കവർ ആർക്ക് സാദ് ഇബ്നു മുആദക്ക്. അപ്പ ഔസ് ഗോത്രത്തെ പിന്നൊരാൾ എഞ്ചിന്നു ഉസൈദ് ഇബ്നു ഹുദൈർ എഞ്ചിന്നിട്ട് ചൊല്ലു, ಎಲ್ಲ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നുണ്ടായ ഞങ്ങൾ കൊല്ലുരമീൻ. അപ്പൊ അവിടെ എന്തായിട്ട് ഔസ് ഗോത്രം ഹസ്രജ് ഗോത്രത്തെ നടുಲು ഒരു ഫിത്ന ഇങ്ങനെ സ്റ്റാർട്ട് ആവുകയായിട്ട് അവിടെ ഒരു ഗലട്ട് ഒരു ഗുൽമാലായിട്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിട്ട് ಬೇಗ ಮಿಂಬರ್ ಕೀಳಿഞ്ഞിട്ട് അങ്ങനെ സമാധാന ആക്കിയിട്ട് മുണ്ടതെക്കു ചൊന്തു. അങ്ങനെ മുണ്ടതെപ്പാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സീദാ ആയിഷ റളിയല്ലാഹു അൻഹ റൗത്തുകു നടന്നു പോയിട്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലറെ, ನಾನು ഔത്തു പോയാൽ പിന്നെ രണ്ട് ജാവും ഒരു നാൾ ഇടി പുൽപുട്ടോ ഇന്നെ നന്റെ ബുൽപു നിണ്ടോ ഇല്ല ಅಂತ അത്രത്തോളം ಬೇಜಾറും ദുഃഖത്തിലായി പോയനാണ്. എത്ര ചൊന്ന നന്റെ കർല് സമയത്ത് കല്കി പോണ്ട പോലെ നാ ബുൽപുട്ടാൻ ചൊന്തേറ്റിക്കത് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലറെ. അത്ര വലിയ ഒന്നില്ലെങ്കിൽ സാധാരണ ഒരു പെണ്ണുങ്ങൾക്ക് നിരിക്കുകയാവാത്ത ഒരു വിഷയത്തിക്കത് വ്യഭിചാര ആരോപണ, വേറെ സാധാരണ ആരോപണം എന്തായാലും പിന്നും അഡ്ജസ്റ്റ് ആക്കുക. വ്യഭിചാര ആരോപണം ചൊന്നെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്ക് സദിക്കുകയാവാത്ത ഒരു കാര്യത്തിക്കത്, അതും വില അതെ അള്ളാഹുരെ സൂക്ഷിക്കരെ അള്ളാഹുരെ പേടിച്ച് ജീവിക്കരെ ആ അങ്ങനത്തെ സഹാബിയത്തുമാരായ പെണ്ണുങ്ങമാർക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പോലത്തെ പെണ്ണുങ്ങൾക്ക് അത് ഭയങ്കര ദുഃഖമായ ഒരു കാലി തിന്തത്. അങ്ങനെ വർക്കില്ലാത്ത ജാവൈ തിന്ത ആയിഷ റളിയല്ലാഹു അൻഹ ജാവ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ബുൽപുട്ടു ഇന്ന ಸಂದರ್ಭ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലറെ, നന്റെ മുട്ട അബ്ബം ഉമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതേപോലെ ഉമ്മ റുമാൻ ഇങ്ങ ജണ്ടാലും തെച്ചിട്ട് നക്ക് സാന്ത്വനാക്കി ഇന്നാറ്. ആ സന്ദർഭത്തിൽ അൻസാരിയായ ഒരു പെണ്ണുങ്ങ ഞങ്ങൾ മുട്ട ಬಂತು ಪರ್ಮಿಷನ್ ಕೇಟಿತ್ತು ದೈಕಟ ಕೇಟಿತ್ತು. അങ്ങനെ ഞങ്ങൾ ദൈക്കോ ചൊന്ന അയിമം ഞങ്ങളൊട്ടിಗೆ തെച്ച് ബുൽപുട്ടുത്തി വിഷയമല്ല ചൊന്തും അതേപോലെ ഇതിരെ നിർച്ചിട്ട് അയിമം ഞങ്ങളൊട്ടിಗೆ എന്താക്കിത്ത് തെച്ച് ബുൽപുട്ടുത്തു. അങ്ങനെ തെല്ലാറ് ಬಿಟ್ಟಿಟ್ಟು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ಬಂತು. നബി കടന്നു ಬಂತು ആയിഷ റളിയല്ലാഹു അൻഹ നന്റെ മുട്ട തെച്ചിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ ആയിഷ ಅಂತ വിളിച്ചിട്ട്, ഫഇന്നഹു ബലഗനി അൻകി കദാ വകദ, ആൽമാറല്ല ഇങ്ങനെയുള്ള ചൊന്നു ഉള്ളാർ. ഫഇൻ കുന്തി ബരീഅതൻ ഫസയുബർരിഉകല്ലാഹ്, നീൻ അങ്ങനത്തെ ഒരു സ്വറ ആക്കിട്ടില്ലാണ്ടായെങ്കിൽ, നീ നിരപരാധി ഉണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ നിരപരാധിത്വ തെളിയിക്കറ. അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ നിരപരാധിത്വ അത് അല്ലാഹു കാട്ടിത്തണ്ട. വഇൻ കുന്തി അൽമംതി ബിദംബിൻ ഫസ്തഗ്ഫിരില്ലാഹ്, അതല്ല അങ്ങനത്തെ ഒരു തപ്പ് സാഹചര്യത്തിൽ അങ്ങനെ ഭൂനായി പോയിരുണ്ടായെങ്കിൽ ഫസ്തഗ്ഫിരില്ലാഹ്, നീ അല്ലാഹുക്ക് ഇസ്തിഗ്ഫാറാക്ക്. വതൂബി ഇലൈഹി, അല്ലാഹുവിനോട് നീ തൗബാക്കി മടങ്ങ് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്തത്തിലെ നല്ല ഒരു രീതിയിലെ ആയിഷ റളിയല്ലാഹു അൻഹ ചൊന്തു. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അത് കേട്ടിട്ട് അർസ ಬಂತು. ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಚೊಲ್ರಿ ನಕ್ಕ ಪರ್ಸ ಬಂತ ನಾ ಚೊನ್ನೆ ಅಬ್ಬರೊಟ್ಟಿಗೆ ಅಬ್ಬ ನಿಂಗೆ ಅದಕ್ಕೆ ಆನ್ಸರ್ ಹಾಕೋ. ಅಪ್ಪ ಅಬ್ಬಂ ಉಮ್ಮ ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಚೊಲ್ರಿ ಮಾ ಅದ್ರಿ ನಕ್ಕು ಎಂದ್ರೆ ಚೊಲ್ಲೋಂಟು ಬಿಡಿಲ್ಲ ಮೋಲೆ ನಬಿರೊಟ್ಟಿಗೆ ಎಂದ್ರೆ ಚೊಲ್ರಿ ಅಂತ ಚೊಲ್ಲೋಂಟು ನಕ್ಕು ಬಿಡಿಲ್ಲ ಅಂತ ಚೊಂತು ಅಬ್ಬ ಚೊಂತು ಅಬೂಬಕರ್ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಚೊಂತು. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുന്നത് നാനേ ಅದಕ್ಕೆ ಆನ್ಸರ್ ಹಾಕೆ നബിയെ ಆರೋಪಣ ಇಡ್ರಾರು ಅಲ್ಲಾಹ್ರ ಮೇಲೆ ತಿಕ್ಕರು ನಕ್ಕೆಂದ್ರಲ್ಲಿ ಭರವಸುಲ್ಲಿ ಒರಾಳ ಮೇಲೆ ನಾ ಭರವಸೆ വെച്ചിട്ടില്ല. நண்டு அது ஆரோப்பண சொல்ல நான் ஒரு நிரபராதித்தான் சொல்றது அல்லாஹ் சுப்ஹானஹு வ தஆலா தெளிக்கிறான். நான் எல்லா பேஜாரும் எல்லா துக்கம் அபூ யூசுப்
ആറ് യൂസുഫ് നബിയുടെ അബ്ബ യാക്കൂബ് നബി ഹോപ്പ് വെച്ച പോലെ ഞാൻ അള്ളാഹുരുടെ മേൽ ഹോപ്പ് വയ്ക്കും അല്ലേ. യാക്കൂബ് നബി അള്ളാഹുരുടെ കത് എന്തേ ആ ആയത്ത് ബസ്സി വഹുസ്നി ഇലല്ലാഹ്, നന്റെ എല്ലാ ദുഃഖം നന്റെ എല്ലാ ബേജാറും അള്ളാഹുരുടെ മേൽ நான் வைக்கிறேன்ட்டு യാക്കൂബ് നബി சொன்ன போல ആയിഷ റളിയല്ലാഹു അൻഹ അതേപോലെ എന്താക്കரு അങ്ങനെ ചൊല്ലും. അങ്ങനെ ചൊന്തു സീത അവിടെ എഞ്ചിട്ട് കിടക്കുള്ള ഒരു ജാഗിന്ത് ആ ജാഗിൽ പോയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കിടക്കரு. അങ്ങനെ ഇട്ടിക്കർ ആ സന്ദർഭത്തിൽ ഇട്ടിക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ ചേഞ്ച് ആവും. അതായത് വഹി ബണ്ടേ ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖ ചേഞ്ച് ആവും. ചില സന്ദർഭത്തിൽ അത് താങ്ങുകാവാണ്ട് ദിന്നാവുന്നതും ചില സഹാബികൾ അങ്ങനെ ചൊന്നതാണ് അല്ലേ. ഒരാളുടെ മടിയിൽ ഇങ്ങനെ നബിയുടെ മടി ഉണ്ടുണ്ടായെങ്കിൽ ആ മടിയിലെ ആ നന്റെ കാല് മുള്ളു പൊട്ടറ പോലെ അനുഭവിച്ചിരുന്നിട്ട് സഹാബി ചൊന്നത് നമുക്ക് കാണാൻ സാധ്യം. അതേപോലെ ചില സന്ദർഭത്തിൽ വണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാക്കി വയ്ക്കുന്ന സന്ദർഭത്തിൽ വഹി ബന്നിട്ടായി ആ ദിന്ന കാരണത്തിൽ വണ്ടി തെച്ചുകൊണ്ടുണ്ടായിത്തേക്ക്. അതേപോലെ ചലിരകാലത്തിൽ വഹി ബന്നിട്ടായെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ നെറ്റി ഇങ്ങനെ ബിയർത്തോയിണ്ട്. അപ്പൊ അത്ര അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് വഹി പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ അവസ്ഥ അവരെ. അപ്പൊ ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖഭാവം ചേഞ്ച് ആയിട്ട് അപ്പൊ ഇട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂറിലെ ആ ഫസ്റ്റ് ഭാഗം ഇങ്ങനെ നാസിലാക്കർ. ആ നാസിലാക്കർ നടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ ഇന്നല്ലദീന ജാഊ ബിൽ ഉഫ്കി ഉസ്ബത്തും മിൻകും, ഖണ്ഡിതമായിട്ടും കുറെ ആൾമാർ ആരോപണമായിട്ട് നിങ്ങളെ മുട്ട വന്നിറാർ നബിയെ. അങ്ങനെ ഈ ഒരു നാസിൽ ഈ ഒരു ആയത്ത് നാസിലായപ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊസിയാവരെ ഫലമ്മ സുറിയ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യൽഹഖു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹി തീൻതായിൽ പിന്നെ നബിയുടെ മുഖ പുഞ്ചിരിച്ചിട്ടുണ്ടായിട്ട് ആയിഷ റളിയല്ലാഹു നബിയുടെ മുഖ ഒരു പുഞ്ചിരിയുടെ മുഖ എത്തിണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ട് നബിക്ക് കൊസിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പമേ യാ ആയിഷ ഇഹ്മദില്ലാഹ ഫഖദ് ബർറഅകില്ലാഹ്, ആയിഷ നീ അല്ലാഹുവെ സ്തുതിക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നിരപരാധിത്വ തെളിയിച്ചിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നിരപരാധിത്വ തന്ന, നീ ഒരു തപ്പുമാക്കിയിട്ടില്ല ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമ്മകും കൊസിയാവരെ അങ്ങ് ചൊല്றாரு ആയിഷ റളിയല്ലാഹു ആയിഷ നബിಗೆ നിങ്ങ ಅಂದ್ರೆ ನಬಿಗೆ ನಿಂಗ ಇದಾಕೋರು ನಬಿರ ಮುಟ್ಟ ಪೋರು ನಬಿರೊಟ್ಟಿಗೆ ಪಲ್ಕ ಬರೆಯೋರು ಚೊಂತು ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಒಟ್ಟಿಗೆ ಚೊನ್ನಪ್ಪ ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಪಲ್ಕ ಚೊಲ್ರು ಲಾ ವಲ್ಲಾಹ್ ಅಲ್ಲಾಹ್ ವೈತಿಕ್ರ ಸತ್ಯ ಇಲ್ಲ ಲಾ ಅಕೂಮು ಇಲೈ ನಾ ಒರಾಳೊಟ್ಟಿಗೆ ಪಲ್ಕ ಬರಿಲ್ಲ ವಲಾ ಅಹ್ಮದು ಇಲ್ಲಲ್ಲಾಹ್ ಅಲ್ಲಾಹ್ಗೆ ಅಲ್ಲಾಹ್ ಅಂತೆ ನಾ ಬೇರೆ ಒರಾಲ್ಗೂ ಎಂದಾಕಿಲ್ಲ ಶುಕ್ರಾಕಿಲ್ಲ ಅಲ್ಲಾಹ್ಗೆ ಅಲ್ಲಾಹ್ ಅಂತೆ ಬೇರೆ ಒರಾಲ್ಗೂ ನಾ ಶುಕ್ರಾಕಿಲ್ಲ ಚೊನ್ನೆ ಅಲ್ಲಾಹ್ರ ಮೇಲೆ ಇಟ್ಟಿಕ್ರ ನಾ ಭರವಸೆ ಬೆಚ್ಚಿರೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ನಿರಪರಾಧಿತ್ವ ಆಕಿತ್ತು ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ಚೊಂತು ಆಯಿಷ ರಲಿಯಲ್ಲಾಹು ಅನ್ಹಾ ಚೊಲ್ರು. അപ്പൊ ഇതേ ടിക്കറ് വ്യഭിചാര ആരോപണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സംഭവ നടന്നേ ചൊല്ലത് നാം മനസ്സിലാക്കുന്നു. ഇതിൽ എത്രമാ പാട്ട് നമുക്ക് പഠിക്കുള്ളതേ ടിക്കറ് മാത്രമ ഒന്ന് രണ്ട് വിഷയം നാം മനസ്സിലാക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വിഷയം ആരോപമായിട്ട് കിട്ടുമ്പൊത്തുകു അത് അന്വേഷിക്കും, അത് സമമ അല്ലേಂತ നാം നോക്കണം. ഇല്ലാണ്ടായെങ്കിൽ ಅದರ ಆಪತ್ತು ಬೆಲ್ಲ ഒരു ಆಪತ್ತು ಟಿಕ್ಕರು. ವ್ಯಭಿಚಾರ ಆರೋಪಣ ಅಂತಾയെങ്കിൽ ಅದು ಭಯಂಕರ ಬೆಲ್ಲ ಆಪತ್ತು ಚೊಲ್றது ಸೂರತ್ತು ನೂರೇ ಆ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ ഓതി നോക്കിയെങ്കിൽ ಅದರ ಅರ್ಥ ಸಮೇತ ಓದಿ ನೋಕಿയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യവും. ഒരു ദലീലും ഇല്ലാണ്ട് ഒരു പ്രൂഫും ഇല്ലാണ്ട് ഒരാളെ ഒരു മുഅ്മിനത്തായ ആൾമാരുടെ മേൽ വ്യഭിചാര ആരോപണം എന്തെങ്കിൽ ಅದರ ಶಿಕ್ಷೆ ಅಂದ್ರೆ 80 ಅಡಿ ಅಡಿಕೊಂಡು ಉಂಟೈತಿಕ್ರು. ವಲ್ಲದೀನ ಯರ್ಮೂನ ಅಜ್ವಾಜಹುಂ ವಲಂ ಯಕುಲ್ ಲಹುಂ ಶುಹದಾഉ ಇಲ್ಲಾ ಅನ್ಫುಸಹುಂ ಅದಲ್ಲ ವಲ್ಲದೀನ ಯರ್ಮೂನ ಅಲ್ ಮುಹ್ಸನಾತಿ ಥುಮ್ಮ ಲಂ ಯಅತು ಬಿ ಅರ್ಬತಿ ಶುಹದಾ ഫജ്ലിദൂഹും 80 ജൽദ. ഒരാൾ മേൽ വ്യഭിചാര ആരോപണം ഇട്ടിട്ട് 4 സാക്ഷി ഒരാൾ കൊമന്നില്ലാണ്ടായെങ്കിൽ 80 അടി അവന് അടിക്കണം ഉണ്ടായിത്തിക്കറ്. വലാ തഖ്ബലു ലഹും ഷഹാദ, പിന്നെ അവന്റെ ഷഹാദത്ത് സ്വീകരിക്കുക തീര അബദ വർക്കും വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അങ്ങ ഫാസിഖുമാരെ ഇട്ടിക്കറാർ അതേ ഇട്ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നു. ആ 80 അടി ഈ 3 സഹാബികൾക്കും അടിച്ചിരു. പിന്നെ യാർക്ക് ഞങ്ങൾ പഠിച്ചെന്ന പോലെ ഹസ്സാൻ ഇബ്നു സാബിത്ത്, അതേപോലെ മിസ്തഹ് റളിയല്ലാഹു അൻഹു, പിന്നെ ഹംനത്ത് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹു. മുനാഫിക്കായ ഒരാൾക്കും അടിച്ചിട്ടില്ല. കാരണം അങ്ങ് മുനാഫിക്ക് ഉണ്ട് പിടിയുണ്ട് ഓൾറെഡി. അത് കഴിട്ട് അങ്ങനെ മേലെ എന്താക്കിയിട്ടില്ല, ശിക്ഷാ നടപടി എടുത്തിട്ടില്ല. ഇങ്ങനെ മേലെ എത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷാ നടപടി എടുത്തേ ചൊല്ലത് നാം മനസ്സിലാക്കും. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചൊല്ലു ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും. ഈ വ്യഭിചാര ആരോപണം ആയത് അത് നിങ്ങൾക്ക് ഒരു ഷർറുണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട, അത് നിങ്ങൾക്ക് ഒരു ഖൈറായിട്ടിക്കറ്. കാരണം ഒരു മുഅ്മിൻ എത്രത്തോളം സബർ എടുക്കുക അത്രത്തോളം അവർക്ക് കൂലി ആറെ കിട്ടിക്കൊണ്ടിരിക്കറ്. അതല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി അജബൽ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ. ഒരു മുഅ്മിന്റെ കാര്യം അത്ഭുതമായിട്ടിക്കറ്. അവൻ എന്തേ ഒരു സന്തോഷം വന്നിട്ടുണ്ടായെങ്കിൽ അവൻ ശുക്രാക്കറ, എന്തേ ഒരു ബേജാറ് വന്നിട്ടുണ്ടായെങ്കിൽ അവൻ സബറാക്കറ. ജണ്ടുകും അവനക്ക് കൂലി ഉണ്ട്. അപ്പൊ അത് കഴിട്ട് ഇതൊരു എന്താക്കേണ്ട, നിങ്ങൾ ബേജാറാക്കേണ്ട ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു ഷർറൈറ്റ് വിചാരിക്കേണ്ട ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ത്വന കൊടുക്കുന്നതും. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തലഖൗന ബിഅൽസിനതുക്കും, നിങ്ങൾക്ക് ബായിക വന്ന പോലെ നിങ്ങൾ പൽക്ക പറയണ്ട. വതഖൂലുന ബിഅഫ്വായിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽമ്, ഇൽമില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ ഒട്ടറാശി പൽക്ക പറയണ്ട. വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾ വിചാരിക്കാർ അത് ചെറിയ വിഷയമാണ്. മാത്രം വഹുവ ഇൻദല്ലാഹി അളീം, അല്ലാഹുവിന്റെ മുട്ട അത് ഭയാനകമായിട്ടിരിക്കും. അപ്പൊ അത് കഴിട്ട് ഏതൊരു വിഷയം ഞങ്ങൾ പൽക്ക അറിയുമ്പോൾ ആരോപ അത് കാണുമ്പോൾ അത് ഞങ്ങൾ ബായിൽ എന്താക്കുത്തീര പൽക്ക പറഞ്ഞു പോത്തീര. അള്ളാഹുവിന്റെ മുട്ട ചിലപ്പോൾ ഞങ്ങൾ വിചാരിക്കുക അത് ചെറിയ വിഷയ, അള്ളാഹുവിന്റെ മുട്ട അത് ഭയാനകമായ വിഷയ ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും.
പിന്നെ ഈ വ്യഭിചാര ആരോപണത്തിൽ ഷാമിലൈത്തിൻ്റെ മിസ്തഹർ അലിയല്ലാഹു അയാളുടെ പിലിച്ചിട്ട് അബൂബക്കർ എല്ലാം ചൊല്ലു ಎಂದ್ರೆ ನಂಡೆ ಮೋಳ್ರ ಮೇಲೆ ಇತ್ತಲ ನಾನಿಗೆ ಚಲವು ತನ್ನ ತಾಯಂಗು ನೀ ನಂಡೆ ಮೋಳ್ರ ಮೇಲೆ ಆರೋಪಣಕ್ಕೆ ಇನ್ವಾಲ್ವ್ ಆಯಲ್ಲೇ ಏನಿ ನಿಂದೆ ಚಲವು ನಾ ಬಂದಾಕ ಏನಿ ನಿಕ್ಕೆ ₹1 ಕಾಸು ನಾನಿಗೆ ತಂಡಲ ಚೊಂತು ಅಬೂಬಕರ್ ಎல்லாம் ಎಂದಾಕ್ರಿ ಆ ಸಹಾಬಿರಡು ಚೊಲ್ರು ಅದು ಚೊನ್ನಪ್ಪ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಅದೇ ಸೂರತು ನೂರ್ 22 ಆಯತ್ತು ನಾಜಿಲಾಕ್ ولا يأتل أولو الفضل منكم والسعة أن يؤتوا للقربى والمساكين والمهاجرين في سبيل الله നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിഅമത്ത് തന്നെ ആൾമാർ അങ്ങ എന്താക്കണ്ട കുടുംബ ബന്ധം മുറിക്കണ്ട മിസ്കീന്മാരെ ദൂരാക്കണ്ട മുഹാജിറായിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റാക്കിയെങ്കിൽ നിങ്ങൾ ദൂരാക്കണ്ട വൽയഅഫു വൽയസ്ഫഹു നിങ്ങൾക്ക് മാഫാക്കി കൊടുക്കൂ നിങ്ങൾക്ക് വിശാലാക്കി കൊടുക്കൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മാഫാക്കി തരുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കില്ലേ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മാഫാക്കി തരുന്നു നിങ്ങൾ ഇഷ്ടപ്പെടില്ലേ വല്ലാഹു ഗഫൂറുർ റഹീം അല്ലാഹു സുബ്ഹാനഹു തആല ഗഫൂറും റഹീമുമായിട്ടിക്കറ അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് മാഫാക്കി തരുന്നു നിങ്ങൾ ഉദ്ദേശിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി നിങ്ങൾക്ക് മാഫാക്കി കൊടുക്കുറുണ്ടായിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിൽ ചൊല്ലുന്നു ഈ ആയത്ത് നാസിലാക്കിയാൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് ആ ചെലവ് കണ്ടിന്യൂ ആക്കിയിട്ടുണ്ടായിട്ടിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണും ഏതായെങ്കിലും ബാക്കി വിഷയം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അതേപോലെ ഒരു കൊറിയ സഹാബിറങ്ങ ബന്നെമയോ ചെമ്മെന്തുമില്ല ചൊന്തു ജാബിർ റളിയല്ലാഹു അൻഹു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിತ್ತು അവിടെ ಎಲ್ಲಾರು ಬಿಲ್ಚಿತ್ತು ಎಲ್ಲಾರು ಬರು ಜಾಬಿರ್ ನಂಕೈತು ഒരു ദാവത്താക്കി ഉണ്ട് ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ 1000 സഹാബിരങ്ങൾ എന്താക്കിತ್ತು ಬಿಲ್ಚು കൂട്ടി ജാബിർ റളിയല്ലാഹു ഷോക്കായി എന്താക്രി ഏതാക്രി ജാബിർ റളിയല്ലാഹു ടെൻഷൻ അവസരമായി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ വൈത്ത് ജാബിർ റളിയല്ലാഹു ಬೇಗ ഔത്തുൽಗೆ പോയിട്ട് പെഞ്ഞേരോട് ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കുട്ടിയെ വന്നിരു അപ്പോൾ പെഞ്ഞായി ചൊല്ലു നിങ്ങളെ ചൊന്തല്ലായി നിങ്ങൾ എല്ലാവരും വിളിച്ച അല്ല ജാബിർ റളിയല്ലാഹു എല്ലാവരും വിളിച്ചല്ല ನಾನು ಕಾಲಿ ನಬಿರೊಟ್ಟಿಗೆ ಮಾತ್ರ ಚೊಂದ್ರಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಇದ್ದಿಕ್ರೆ ಎಲ್ಲಾರು ಬಿಲ್ಚಾದ್ ನೀನು ಅಪ್ಪ ಪೆನ್ನಿಗೆ ಟೆನ್ಷನ್ ಅವ್ರು ಎಂದ್ರಾಕ್ರಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ചൊല്ലു ജാബിർ റളിയല്ലാഹു ഒട്ടിಗೆ ആക്കി പിട്ട് അങ്ങനെ മെബെയ് അതിരെ തൊടണ്ട അതേപോലെ ഇറച്ചി അത് ബന്ധവുള്ളത് അത് അങ്ങനെ മെബെയ് അതിരെ കീഴിൽ പാട്ടണ്ട അങ്ങനെ ജാബിർ റളിയല്ലാഹു അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ ആക്കും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബണ്ട് ആ പിട്ടുകും അതേപോലെ ആ ഇറച്ചിയുടെ ഭാഗത്തേക്ക് ಅದಕ್ಕೆ ದುವಾರ್ನತ್ತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತುಕ್ನೇರ್ ಬಂಡೆ ರೂಪത്തിൽ ಅದಕ್ಕೆ ಊದಿತ್ತು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുക്നേർ ബർക്കത്തൈറ്റിക്കറി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജണ്ട് വസ്തുക്കും ഊതിട്ട് അങ്ങനെ ഊതിത്തൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ഇതിരെ ರೊಟ್ಟಿ ನಂಗಾಕ ಬಾಕಿನ ಎರ್ಚಿ ಆ ഒരു സഹാബി ನಂಗೆ എന്താക്ക ബടിക്കാ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അങ്ങനെ 10 സഹാബിർ അങ്ങനെ ബിൽച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹു റൊട്ടി ആക്കിയിട്ട് അതിരെന്താക്രി അങ്ക് കൊടുക്കറി അതേപോലെ ഇറച്ചും കൊടുക്കറി അങ്ങനെ 10 സഹാബിർ അങ്ങ് തിണ്ടാർ ഓരോ 10 സഹാബിർ അങ്ങ് തിന്നുമ്പോഴത്തേക്കും ഈ പിട്ടെന്താവില്ല കാലിയാവില്ല ഇതിങ്ങനെ ആക്കി കൊടുത്തു ഉള്ളാറ് അതേപോലെ ഇറച്ചി തിണ്ടോ ഉള്ളാറ് ആയെങ്ക ഒന്നും കുറഞ്ഞിട്ടില്ല ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലറേ എല്ലാവരുടെ ബയറും നിറഞ്ഞിട്ട് 1000 ആൾമാരുടെ ബയറും നിറഞ്ഞിട്ട് പിന്നും എന്തായിട്ട് നങ്കൈത്ത് അവിടെ ബാക്കി ആയിട്ടുണ്ടായിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലറേ